Good morning, everyone. Am I audible? Yes. Okay. First introduction പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്നത്തെ ട്രെയിനിങ്ങിൽ രണ്ട് കൺട്രീസ് ആണ് എടുക്കുന്നത്. ഒന്ന് ലാറ്റ്വിയ ആൻഡ് ലിത്വാനിയ. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് നിങ്ങൾ ലാറ്റ്വിയയെ പറ്റി എനിക്ക് തോന്നുന്നു എല്ലാ ഫ്രാൻസിലും കുറച്ചുകൂടെ അവെയർ ആണ്. ബിക്കോസ് നമ്മൾ ഓൾറെഡി ഒരു ഡിപ്ലോമ പ്രോഗ്രാം ലാറ്റ്വിയ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ലാറ്റ്വിയയുടെ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ ഏകദേശം നിങ്ങൾ ആ ഒരു ലാറ്റ്വിയ എന്നുള്ള ഒരു കൺട്രിയെ പറ്റിയിട്ട് നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും. ബട്ട് ലിത്വാനിയ കുറച്ചുകൂടെ ഒരു പുതിയ നെയിം ആയിരിക്കും. നമ്മൾ അധികം ക്ലാസ്സസ് ഒന്നും ലിത്വാനിയെ പറ്റിയിട്ട് നമ്മൾ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. സോ കമ്മിങ് ടു ദ സെക്ഷൻ, ലാറ്റ്വിയയുടെ ഈ ഒരു ട്രെയിനിങ് സെക്ഷനിൽ ഡിപ്ലോമ പ്രോഗ്രാം നിങ്ങൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ ഒരു ഡിപ്ലോമയുടെ മാത്രമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇത് ഒരു ഡിഗ്രി പ്രോഗ്രാംസിലോട്ട് വരുമ്പോൾ, മാസ്റ്റേഴ്സിലോട്ട് വരുമ്പോഴത്തേക്കും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സോ ആ ഡിപ്ലോമ പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ലാറ്റ്വിയ എന്നുള്ളൊരു കൺട്രിയുടെ ഡിഗ്രി പ്രോഗ്രാംസിലോട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കഷൻ പോയിന്റ്സ് വരുന്നത്. സോ അതനുസരിച്ച് ഉള്ള ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഈ ഒരു പ്രോഗ്രാമിലും അതുപോലെ തന്നെ ഈ ഒരു രണ്ട് കൺട്രീസിനെയും തമ്മിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. സോ ലാറ്റ്വിയ ലിത്വാനിയ നമുക്കറിയാം യൂറോപ്യൻ കൺട്രീസ് ആണ്. ഈ യൂറോപ്യൻ കൺട്രീസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാസ്റ്റേഴ്സിന്റെ ഡിഗ്രി പ്രോഗ്രാംസ് പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ ലാറ്റ്വിയയുടെ ഡിപ്ലോമ പ്രോഗ്രാംസ് കണ്ട പോലെ 3 ഇയറിന്റെ അങ്ങനത്തെ പ്രോഗ്രാംസ് ഒന്നുമല്ല. മാസ്റ്റേഴ്സിന് 2 ഇയർ യൂണിവേഴ്സിറ്റി സ്റ്റഡീസിന് പോകുന്ന ഡിഗ്രി പ്രോഗ്രാംസിന്റെ എക്സ്പ്ലനേഷൻ ആയിരിക്കും ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ആദ്യം നമുക്ക് ലാറ്റ്വിയയെ പറ്റിയിട്ട്, എന്താ ഒരു കൺട്രിയെ പറ്റിയിട്ട്, അതുപോലെ എന്തൊക്കെയാണ് ലാറ്റ്വിയ സ്പെഷ്യലൈസ് ചെയ്യുന്നത്, കൂടുതൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ലാറ്റ്വിയ എന്നൊരു കൺട്രി ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എല്ലാവർക്കും അറിയാം ലാറ്റ്വിയ ഈസ് എ യൂറോപ്യൻ കൺട്രി ആൻഡ് മോസ്റ്റ് ഓഫ് ദ ഇന്റർനാഷണൽ സ്റ്റുഡൻസും ഒരു പാത്വേ പോലെ, അതായത് ഷെങ്കൻ വിസ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്വേ വിസയായിട്ട് കൺസിഡർ ചെയ്യുന്ന രണ്ട് വിസേഴ്സ് ആണ് ലാറ്റ്വിയൻ ആൻഡ് ലിത്വാനിയൻ വിസ. സോ നമ്മുടെ വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിലെ പോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിനെ പോലെ അത്ര ഡെവലപ്ഡ് കൺട്രി ഒന്നും അല്ല ലാറ്റ്വിയ ലിത്വാനിയ. രണ്ട് കുഞ്ഞു രാജ്യങ്ങളാണ്, പക്ഷെ എങ്കിൽ പോലും ഡെവലപ്ഡ് കൺട്രീസ് ആണ് ലാറ്റ്വിയയും ലിത്വാനിയയും. നമ്മുടെ ഹലോ ഓക്കെ, ലാറ്റ്വിയ ലിത്വാനിയ ബോത്ത് കൺട്രീസ് ആർ ഡെവലപ്ഡ് കൺട്രീസ് ആണ്. സോ നമുക്ക് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത പോലെ എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണേ. എന്തെങ്കിലും ഡൗട്ട്സ് ഇൻ ബിറ്റ്വീൻ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ Q&A സെക്ഷൻ പോലെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ മാത്രം ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ബാക്കി ലിസൺ ചെയ്യുന്നവർക്ക് അതൊരു ഡിസ്ട്രാക്ഷൻ ആയിരിക്കും. സോ ലാറ്റ്വിയയുടെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ആണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഷെങ്കൻ കൺട്രി ആണ്. ഓഡിബിൾ ആണോ? Am I audible? Yes, ma'am. സോറി, ഇടയ്ക്ക് കോൾ വന്നതാണ്, ഒരു ഡിസ്ട്രാക്ഷൻസ് വരുന്നുണ്ട്. സോ ഇടയ്ക്ക് എൻ്റെ വോയിസ് ബ്രേക്ക് ഡൗൺ ആവുകയാണെന്നെങ്കിൽ നിങ്ങളൊന്ന് തന്നെ ഒന്ന് ഇൻജേറ്റ് ചെയ്യണേ. സോ യൂറോപ്യൻ കൺട്രി ആണ്, ഷെങ്കൻ കൺട്രി ആണ്. 27 കൺട്രീസിലോട്ടുള്ള ഒരു പാത്വേ എന്നുള്ള രീതിയിൽ സ്റ്റുഡൻസ് എല്ലാം ചൂസ് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. ആൻഡ് ലാറ്റ്വിയയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീനസ്റ്റ് കൺട്രിയാണ്. ഏറ്റവും കൂടുതൽ ഫോറസ്റ്റും അതുപോലെ ബീച്ചസും കാര്യങ്ങളൊക്കെയുള്ള, കൂടുതലും നേച്ചർ ലവേഴ്സിന് കൂടുതലും ചൂസ് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. അതുപോലെ ഹിസ്റ്റോറിക് ടൗൺസ് ഉള്ള ഒരു പഴയ രീതിയിൽ ഇപ്പോഴും അവിടുത്തെ കെട്ടിടങ്ങളും കാര്യങ്ങളും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു കൺട്രിയാണ് ലാറ്റ്വിയ. ലാറ്റ്വിയയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് റിഗയാണ്. മെയിൻ സിറ്റിയാണ് ലാറ്റ്വിയയുടെ ഒരു ഹാർട്ട് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്ന പോലെ. ക്യാപിറ്റൽ അന്ന് നമ്മൾ മെയിൻ ചെയ്യുന്ന പോലെ തന്നെ ഒരു മെയിൻ സിറ്റിയാണ് റിഗ. ആണ് ഏറ്റവും കൂടുതൽ ആ ഒരു കൺട്രിയുടെ പോപ്പുലേഷനും ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയൽസും കമ്പനീസും ഒക്കെ ഇൻക്ലൂഡ് ആയിരിക്കുന്ന ഈ ഒരു റിഗ എന്ന് പറയുന്ന ഈ ഒരു സിറ്റിയിലാണ്. പിന്നെ ലാറ്റ്വിയയെ പറ്റി പറയുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹോക്കി ആരാധകരുള്ള ഒരു കൺട്രിയാണ് ലാറ്റ്വിയ. പിന്നെ ടോളസ്റ്റ് വുമൻസ് ഇൻ ദ വേൾഡ്, ഏറ്റവും കൂടുതൽ പൊക്കമുള്ള മനുഷ്യർ
മനുഷ്യരെന്നല്ല, പൊക്കമുള്ള ലേഡീസ് ഉള്ള കൺട്രിയാണ് ലാറ്റ്വിയ. ഏറ്റവും കൂടുതൽ ആർട്ടിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതായത് പെർഫോമിങ്ങിനും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കൺട്രിയാണ്. പിന്നെ ലാറ്റ്വിയയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ഉണ്ട്. പോർട്സ്, അതായത് ബീച്ച് സൈഡിലുള്ള പോർട്സും അഗ്രികൾച്ചറും ഒക്കെ ഉള്ള ഒരു ഏരിയസ് ആണ്. അപ്പം നമ്മൾ സ്റ്റുഡൻസിനെ നമ്മൾ ലാറ്റ്വിയ സജസ്റ്റ് ചെയ്യുമ്പോൾ ആണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു എന്താ പറയാ, ഈ ലോജിസ്റ്റിക്സ് അതുപോലെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസിനൊക്കെ ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസ്, അങ്ങനെയുള്ള സ്റ്റുഡൻസിനൊക്കെ നല്ല നല്ല രീതിയിൽ വർക്ക് വിസയിലോട്ട് സ്വിച്ച് ചെയ്യാനൊക്കെ ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ള ഒരു കൺട്രിയാണ് ലാറ്റ്വിയ. പിന്നെ ലാറ്റ്വിയ എന്ന് പറയുന്നത്, ലാറ്റ്വിയയിലെ അവിടുത്തെ സിറ്റിസൺസ് കൂടുതലും വേറെ കൺട്രീസിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് താമസിക്കുന്ന ആൾക്കാരാണ്. സോ അതുകൊണ്ട് തന്നെ ലാറ്റ്വിയ എന്ന കൺട്രിയിൽ 45% പ്ലസ് ഫോറിനേഴ്സ് ആണ്. വേറെ കൺട്രീസിൽ നിന്നുള്ള റെഫ്യൂജീസ് ആണ് ഈ ഒരു ലാറ്റ്വിയയുടെ കൂടുതലും അവിടെ താമസിക്കുന്ന ആൾക്കാർ. സോ അതുപോലെ തന്നെ ഫോറിനേഴ്സിനെ നമുക്ക് പറയാൻ പറ്റും, ഫോറിനേഴ്സിനെ ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൺട്രി കൂടെയാണ്. കൂടുതൽ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് തന്നെ അവർ നോർമൽ ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിൽ വേറെ വിസ റിജക്ഷനോ പ്രൊഫൈലിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സിനെ വെൽക്കമിങ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ലാറ്റ്വിയ. പിന്നെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിലോട്ട് വരുമ്പോൾ, ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ലാറ്റ്വിയ ചൂസ് ചെയ്യുന്നതിന്റെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ലാറ്റ്വിയയിലെ ആണെങ്കിലും ലിത്വാനിയയിലെ ആണെങ്കിലും ലിവിങ് കോസ്റ്റസ് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. കമ്പാരിറ്റീവ്ലി കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 35,000 to 40,000 ആ ഒരു റേഞ്ചിനുള്ളിൽ അവർക്ക് അവരുടെ ലിവിങ് എക്സ്പെൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ഒരു റിപ്പോർട്ടിൽ അവർ പറഞ്ഞിരിക്കുന്നത്. സോ ഏറ്റവും കൂടുതൽ ലിവിങ് എക്സ്പെൻസ് കുറഞ്ഞ് അവർക്ക് അവിടെ താമസിക്കാനും പറ്റും. അതുപോലെ തന്നെ കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രിയാണ്. വേറെയുള്ള യൂറോപ്യൻ കൺട്രീസിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ തന്നെ അവർ ഏൺ ചെയ്യുന്നത് അവിടെ തന്നെ അവർക്ക് എക്സ്പെൻസ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇവിടെ എക്സ്പെൻസ് കുറവായതുകൊണ്ടും പിന്നെ ടാക്സും വളരെ കുറവുള്ള ഒരു കൺട്രിയാണ് ലാറ്റ്വിയ. അപ് ടു 32% to 35 ആണ് അവിടുത്തെ ഒരു ടാക്സ് റേഷ്യോ വരുന്നത്. അത് കമ്പയർ ടു അതർ യൂറോപ്യൻ കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. പിന്നെ ലാംഗ്വേജ് കുറച്ചൊരു നമ്മുടെ പോകുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസ് എപ്പോഴും പറയുന്ന ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസിലെ ലാംഗ്വേജിനെ വെച്ച് നോക്കുമ്പം ഒരു ലാറ്റ്വിയൻ ആണെങ്കിലും ലിത്വാനിയൻ ആണെങ്കിലും ലേൺ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. അപ്പം അത് ലാംഗ്വേജ് ഇവര് ആ ഒരു സ്റ്റഡി പീരീഡിൽ തന്നെ അവര് ലേൺ ചെയ്ത് എടുക്കണം. സോ ലാറ്റ്വിയയും റഷ്യനും മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് വരുന്നത്. കുറച്ച് ലാറ്റ്വിയൻസ് ആയിട്ടുള്ള അവിടുത്തെ സിറ്റിസൺസ് ലാറ്റ്വിയൻ ആയിരിക്കും സംസാരിക്കുക. പിന്നെ റഷ്യൻസ് കൂടുതലുള്ളത് കൊണ്ട് റഷ്യ ആയിരിക്കും സംസാരിക്കുക. നേഹ, ഇതിന് ബിഫോർ ആയിട്ടുള്ള സ്ലൈഡ് ഒന്ന് ഷോ ചെയ്യുമോ? ഓക്കെ. ഇനി അക്കാദമിക് ബാക്ക്ഗ്രൗണ്ടിലോട്ട് വരുമ്പോൾ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ഇത് പ്രിഫർ ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ IELTS. നമുക്ക് വിത്തൗട്ട് IELTS തന്നെ ഈ ഒരു കൺട്രീസിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്യൂഷൻ ഫീസും കാര്യങ്ങളും ഇത് മെയിൻ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. നമ്മുടെ അടുത്ത് പല ഫ്രാഞ്ചൈസികളിലും സ്റ്റുഡൻസ് ഇപ്പൊ ചോദിക്കാറുണ്ട്, ഒരു ബിലോ 5 lakh ട്യൂഷൻ ഫീസ് വരുന്ന ഏതെങ്കിലും കൺട്രീസ് സജസ്റ്റ് ചെയ്യാമോ എന്നൊക്കെയുള്ള രീതിയിൽ. ഏറ്റവും എന്താ ഒരു ബിലോ ആവറേജ് ഫാമിലീസിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് കൺട്രീസ്, നമ്മൾ രണ്ട് യൂറോപ്യൻ കൺട്രീസ് സജസ്റ്റ് ചെയ്യാൻ പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് കൺട്രീസ് ആണ് ലാറ്റ്വിയ ആൻഡ് ലിത്വാനിയ. സോ ഒരു പെർ ഇയറിന്റെ ട്യൂഷൻ ഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3,000 euro 4,000 euroയ്ക്കുള്ളിലേ വരുന്നുള്ളൂ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമ്മുടെ ഒരു 3 lakh 3.5 lakh ആ ഒരു റേഞ്ചിലെ രണ്ട് കൺട്രീസിലും ട്യൂഷൻ ഫീസ് വരുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ എന്താ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. ട്യൂഷൻ ഫീസിന്റെ ബേസിസിലാണെങ്കിലും ലിവിങ് എക്സ്പെൻസിന്റെ കേസിലാണെങ്കിലും അഫോർഡബിൾ ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന രണ്ട് കൺട്രീസ് ആണ് ലാറ്റ്വിയ. സോ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് 150 to 350 euro പെർ മന്ത്. അതൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ അറിയാം, ഒരു 20,000 25,000 ബിലോ വരുന്നതേ ഉള്ളൂ ആ ഒരു ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഇന്ത്യയിലെ പോലെ തന്നെ ഒരു കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ലിവിങ് എക്സ്പെൻസ് ആണത്. പിന്നെ 60% ആൻഡ് എബോവ് സ്കോർ വേണം. അതുപോലെ UGക്ക് ആണെങ്കിലും PGക്ക് ആണെങ്കിലും ഗ്യാപ്പ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. up to 3 year ഗ്യാപ്പ് വരെ നമുക്ക് ലാറ്റ്വിയയിൽ അക്സെപ്റ്റ് ചെയ്ത് മൂവ് ചെയ്യാൻ പറ്റും.
പിന്നെ ഉള്ളൊരു പോയിന്റ് ആണ് ലിവിങ് എക്സ്പെൻസ്. ലിവിങ് എക്സ്പെൻസ് അവർ ഫണ്ട് അക്കൗണ്ടിൽ ഷോ ചെയ്യുവാണ് ചെയ്യുന്നത്. അത് നിയർ ഒരു 8 lakh എന്നുള്ള രീതിയിൽ, ഒരു ആവറേജ് 8 lakh എന്നുള്ള എമൗണ്ട് അവർ 6 months ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കാണിക്കണം. അതാണ് കുറച്ച് ലാറ്റ്വിയയുടെ ഒരു ഡിഫിക്കൽട്ട് എന്ന് പറയാൻ പറ്റത്തില്ല. ബാക്കിയുള്ള അഡ്മിഷൻ പ്രൊസീജിയറും കാര്യങ്ങളും ട്യൂഷൻ ഫീസും ഒക്കെ വെരി ലോ ആണ്. പക്ഷെ ലിവിങ് എക്സ്പെൻസ് നമ്മളൊരു 6 month അക്കൗണ്ടിൽ ഷോ ചെയ്യണം. അത് നമ്മൾ ബ്ലോക്ക്ഡ് ആയിട്ട് അങ്ങനെ 6 month നമ്മൾ ആദ്യം തൊട്ട് ഇനിഷ്യൽ എമൗണ്ട് തൊട്ട് ടിൽ ആ ഒരു മന്ത് എൻഡ് വരെ ആ ഒരു എമൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നില്ല. ഫണ്ട് വരുന്ന രീതിയിൽ, അതായത് ഈ 6 month കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും എത്രയാണോ നമ്മുടെ റിക്വയർമെന്റ് ആ ഒരു ഫണ്ട് ആ ഒരു ബാലൻസ് മന്ത് എൻഡിൽ 6 months മെയിൻറ്റെയിൻ ചെയ്ത് ലാസ്റ്റ് മന്തിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ ഈ ഒരു 8 lakh എന്നുള്ളത് ഫണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്നേ ഉള്ളൂ. ഷോ മണി എന്നുള്ളത് ഒരു മെയിൻ പാർട്ടാണ്. ഫണ്ട് നമ്മൾ 6 month സ്റ്റേറ്റ്മെന്റ് നിയർ ഒരു 8 lakh നമ്മൾ കാണിക്കണം. സോ നെക്സ്റ്റ് സ്ലൈഡ്. സോ ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ലാറ്റ്വിയ ചൂസ് ചെയ്യുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഏറ്റവും വലിയൊരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫോർഡബിൾ എഡ്യൂക്കേഷൻ ആണ്. സോ ബിലോ ഒരു 5 lakh തന്നെ നമുക്ക് ആ ട്യൂഷൻ ഫീയും ലിവിങ് കോസ്റ്റ് ആണെങ്കിലും നമുക്ക് അത് ഒരു അഫോർഡബിൾ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് വൺസ് അവർ ആ ഒരു കൺട്രിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ അതിലൊന്നും ഗവൺമെന്റ് ഇൻവോൾവ് ആവത്തില്ല. ലിവിങ് കോസ്റ്റ് ഒക്കെ അവർക്ക് ഇനി വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. സോ നമുക്ക് ആകെ ഒരു എക്സ്പെൻസ് വരുന്നത് ഈ 4 lakhs അടുത്ത് ട്യൂഷൻ ഫീയും അതുപോലെ എന്താ നമ്മുടെ ആ ടൈമിലുള്ള ട്രാവലിംഗ് എക്സ്പെൻസ് എല്ലാം കൂടെ ഒരു 5 to 6 lakh ഇവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ലാറ്റ്വിയയുടെ ഒരു മെയിൻ ഹൈലൈറ്റ്. സോ എഞ്ചിനീയറിംഗ് ആണ് മെയിൻ ആയിട്ട് ലാറ്റ്വിയയുടെ യൂണിവേഴ്സിറ്റി സ്റ്റഡീസ് വരുന്നത്. ഹൈ ക്വാളിറ്റി ഓഫ് IT ഗ്രാജുവേറ്റ്സിനെ അവർ വർക്ക് വിസയിലോട്ട് ഈസിലി സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രി കൂടിയാണ് ലാറ്റ്വിയ. സോ നെക്സ്റ്റ് സ്ലൈഡ്. ബാക്കിയുള്ള എല്ലാ കൺട്രീസിലെയും പോലെ തന്നെ സ്റ്റുഡൻസിന് പാർട്ട് ടൈം 20 hours per week വർക്ക് ചെയ്യാം. പിന്നെ ഇൻഡസ്ട്രിയൽ സിറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പാർട്ട് ടൈമിനും കാര്യങ്ങൾക്കൊക്കെ. എന്താ കൂടുതൽ ഫ്യൂച്ചർ ബെനിഫിറ്റ്സിലേക്കൊക്കെ ഇവർക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വർക്ക് വിസയിലോട്ട് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളും ഒക്കെ ലാറ്റ്വിയയിൽ അവൈലബിൾ ആണ്. പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട് ആണ്, സ്പൗസ് അലൗഡ് അല്ല സ്റ്റഡി പീരിയഡിൽ. വൺസ് അവർ വർക്ക് വിസയിലോട്ട് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്പൗസിനെയോ ഡിപ്പെൻഡൻസിനെയോ ഇവർക്ക് അലോ ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് സ്ലൈഡ്. അത് എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ലാറ്റ്വിയയിലെ. സോ ലാറ്റ്വിയയിലോട്ട് വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ആൾറെഡി ഒരു കുഞ്ഞ് കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ അധികം യൂണിവേഴ്സിറ്റീസ് ഒന്നും നമുക്കിപ്പം UK, കാനഡ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലൊക്കെ പറയുന്ന പോലെ തന്നെ വെറൈറ്റി ഓഫ് യൂണിവേഴ്സിറ്റീസും വെറൈറ്റി ഓഫ് പ്രോഗ്രാംസും അങ്ങനെ അവൈലബിൾ അല്ല. നമുക്ക് ആകെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന 5 or 6 മെയിൻ യൂണിവേഴ്സിറ്റീസ് ആണ് ഉള്ളത്. ഇതില് മെയിൻ യൂണിവേഴ്സിറ്റീസ് എല്ലാം തന്നെ റിഗയിൽ സിറ്റുവേറ്റഡ് ആണ്. റിഗ എന്ന പോപ്പുലർ സിറ്റിയിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന 2-3 യൂണിവേഴ്സിറ്റീസും പിന്നെ മേജർ സിറ്റീസിലായിട്ട് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള വേറെ 2-3 യൂണിവേഴ്സിറ്റി, അങ്ങനെ ടോട്ടൽ ഒരു 6-7 യൂണിവേഴ്സിറ്റീസിന്റെ ഓപ്ഷനെ നമുക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ല, അതാണ് ലാറ്റ്വിയയിൽ അത്രയും യൂണിവേഴ്സിറ്റീസിന്റെ അവൈലബിലിറ്റിയേ ഉള്ളൂ. സോ ഇതിന് ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് സ്റ്റുഡൻസ് ചൂസ് ചെയ്യണം. സോ അതാണ് ലാറ്റ്വിയയുടെ ഒരു മേജർ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ലൈക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റീസേ ഉള്ളൂ. അതുപോലെ സ്കോളർഷിപ്സ് ഓപ്ഷൻ ഒരുപാടുണ്ട്. വൈഡ് ജോബ് മാർക്കറ്റ്, പിന്നെ ലൈക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസ് ആണ്. സ്റ്റഡീസ് എല്ലാം ലാംഗ്വേജ് ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും. സോ അക്കാദമിക്കലി പ്രൊഫഷണലി ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ലാറ്റ്വിയൻ ഡിഗ്രീസ് ആർ ഗ്ലോബലി അക്നോളജ്ഡ്. എല്ലാ കൺട്രീസിലും തന്നെ ആ ഒരു ലാറ്റ്വിയൻ ഡിഗ്രീസിന് ഹൈ വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ സർട്ടിഫിക്കേഷന് വാല്യൂ ഉള്ള ഡിഗ്രീസ് ആണ് ലാറ്റ്വിയൻ ഡിഗ്രീസ്. നെക്സ്റ്റ് സ്ലൈഡ്. ഇത് നമ്മൾ പറയുന്ന പോലെ തന്നെ ലാറ്റ്വിയയുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള എല്ലാ കൺട്രീസിലും നമ്മൾ പറയുന്ന പോലെയുള്ള ഓൺ ക്യാമ്പസ് ആയിട്ടുള്ള ഇന്റേൺഷിപ്സ് പ്രോഗ്രാംസും സ്പോർട്സിന്റെ ആക്ടിവിറ്റീസും കൾച്ചറൽ ആക്ടിവിറ്റീസും അങ്ങനെയൊക്കെയുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ലാറ്റ്വിയൻ യൂണിവേഴ്സിറ്റീസിലും അവൈലബിൾ ആണ്.
മെഡിക്കൽ ഇൻഷുറൻസ് ലാറ്റ്വിയൻ ഗവൺമെന്റ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ, അക്കോമഡേഷൻ, ക്യാമ്പസ് അക്കോമഡേഷൻസ് ഉണ്ടായിരിക്കും, പെയ്ഡ് ഇന്റേൺഷിപ്സ് ഉണ്ടായിരിക്കും. പിന്നെ ട്രാൻസ്പോർട്ടേഷനും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവര് ഒരുപാട് ഡിസ്കൗണ്ട്സ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു €5 വരെ അവർക്ക് പെർ ഡേ ആ ഒരു എമൗണ്ടിൽ അവർക്ക് തന്നെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ലൈക്ക് അവർക്ക് ഒരു ICA കാർഡ് ഉണ്ട്. സോ ICA കാർഡിൽ ഇവർക്ക് എവിടെ ഒരു റെസ്റ്റോറൻറ്റ്സ് പോയാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിലോ അങ്ങനെ എവിടെ പോയാലും ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് അവിടെ ഒരു 50% ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലാറ്റ്വിയൻ യൂണിവേഴ്സിറ്റീസ്. സോ ഇതൊക്കെ നമ്മുടെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ഘടകങ്ങളാണ്. സോ നെക്സ്റ്റ് സ്ലൈഡ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതുപോലെ അപ്രോക്സിമേറ്റ് ഫീ റേഞ്ച് ആണ്. കമ്പാരിറ്റീവ്ലി മെഡിസിൻ റിലേറ്റഡ് പ്രോഗ്രാംസിന് കുറച്ച് ഫീസ് ഹൈ ആണ്. സോ ബാക്കി ഫീസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു €2,000 to €6,000 പെർ ഇയർ ആണ് മാസ്റ്റേഴ്സിന് ട്യൂഷൻ ഫീസ് വരുന്നത്, വിച്ച് ഈസ് വെരി ലോ. ആൻഡ് കമ്പയർഡ് ടു അതർ യൂറോപ്യൻ കൺട്രീസ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ട്യൂഷൻ ഫീ റേഞ്ച് ആണ് ലാറ്റ്വിയ ആൻഡ് ലിത്വാനിയ വരുന്നത്. സോ ഞാൻ ഈ ഒരു പോയിന്റ് ഹൈലൈറ്റ് ചെയ്യാനുള്ള റീസൺ ഇതാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് അഫോർഡബിൾ എഡ്യൂക്കേഷൻ ചോദിക്കുന്ന കുറെ ഒരു നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. ഒരു ബിലോ ആവറേജ് ഫാമിലിയിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ലോൺ മൂവ് ചെയ്യാൻ അവർക്കൊരു പ്രോപ്പർട്ടി ഇല്ലാത്ത ഒരു ഇഷ്യൂ കാരണം നമ്മൾ ചിലപ്പോൾ ലിസ്റ്റിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. സോ അങ്ങനെയുള്ള സ്റ്റുഡൻസിനൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 2 കൺട്രീസ് ആണ് ലാറ്റ്വിയ, ലിത്വാനിയ. സോ ഒരു ബിലോ 5 lakhിനുള്ളിൽ ട്യൂഷൻ ഫീസ് റേഞ്ച് വരുന്ന അഫോർഡബിൾ ആയിട്ട് ബെറ്റർ എഡ്യൂക്കേഷനും ക്വാളിറ്റി ഓഫ് ലൈഫും ഒക്കെ ഉള്ള 2 കൺട്രീസ് ആണ് ലാറ്റ്വിയയും ലിത്വാനിയയും. ചെറിയ കൺട്രീസ് ആണെങ്കിൽ പോലും അവർക്ക് കൂടുതൽ ഏൺ ചെയ്യാനും പാർട്ട് ടൈം ബേസിസിലാണെങ്കിലും ലിവിങ് എക്സ്പെൻസ് വളരെ കുറവുള്ള കൺട്രിയാണ്. സോ വേറെ ഏത് യൂറോപ്യൻ കൺട്രീസ് വെച്ച് നോക്കിക്കഴിഞ്ഞാലും അവർക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് ഏൺ ചെയ്ത് ഫാമിലിയിലോട്ട് അയക്കണം എന്നുള്ളവരാണെങ്കിലും അങ്ങനെയൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല ബെനിഫിറ്റ് കിട്ടുന്ന ഒരു കൺട്രിയാണ് ലാറ്റ്വിയ, ആസ് വെൽ ആസ് ലിത്വാനിയ ഓൾസോ. So next slide. സോ ഇതാണ് ഞാൻ പറഞ്ഞ ടോപ്പ് ലിസ്റ്റ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ആണ്. ഇതാണ് മെയിൻലി ലാറ്റ്വിയയിൽ അധികം ഒരു UK-ലൊക്കെ 500+ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്ന പോലെ ഇവിടെ ജസ്റ്റ് 6+ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഉള്ളൂ. സോ ഈ ഒരു യൂണിവേഴ്സിറ്റീസിലോട്ടാണ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് കൂടുതലും പോവുക. അപ്പം ഇപ്പം അവിടുത്തെ ഇവിടുത്തെ ഒരു ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ യൂണിവേഴ്സിറ്റീസിലും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫീൽഡ് ഉണ്ട്. ആ ഫീൽഡിൽ മാത്രമുള്ള പ്രോഗ്രാംസ് മാത്രമേ കാണുള്ളൂ. ഇപ്പൊ ഈ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പൊ യൂണിവേഴ്സിറ്റി ഓഫ് ലാറ്റ്വിയയിൽ ഇപ്പം ടെക്നിക്കൽ റിലേറ്റഡ് പ്രോഗ്രാംസ് മാത്രമേ കാണത്തുള്ളൂ. വേറെ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഒരിക്കലും ഹെൽത്ത് റിലേറ്റഡ് ഒരു പ്രോഗ്രാംസിന് പോകാൻ പറ്റത്തില്ല. അപ്പം ഓരോ യൂണിവേഴ്സിറ്റിക്കും ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ഉണ്ടായിരിക്കും, അതിലോട്ട് മാത്രമേ അവർക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതും ലാറ്റ്വിയൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്പെഷ്യാലിറ്റി ആണ്. നമ്മൾ ഇനി വരുന്ന സ്ലൈഡ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന യൂണിവേഴ്സിറ്റീസ്. ഒന്ന് റിഗ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി. സോ ഇത് ഒരു യൂണിവേഴ്സിറ്റിയുടെ നെയിം മീൻ ചെയ്യുന്ന പോലെ തന്നെ ടെക്നിക്കൽ പ്രോഗ്രാംസ് ആണ് കൂടുതലും ഈ ഒരു യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. ഇത് റിഗ നമ്മൾ പറഞ്ഞ പോലെ ലാറ്റ്വിയയുടെ ക്യാപിറ്റൽ ആണ് റിഗ. റിഗയിൽ തന്നെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് റിഗ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി. സോ ഈ ഒരു യൂണിവേഴ്സിറ്റി ഒരുപാട് ഇന്റർനാഷണൽ സ്റ്റുഡൻസും മലയാളീസും ഒക്കെ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. സോ റിഗ ലാറ്റ്വിയയുടെ ക്യാപിറ്റൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റിയിൽ ഇവർക്ക് പാർട്ട് ടൈമിനും അതുപോലെ ഒരു ജോബ് വിസയിലോട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ കുറച്ചുകൂടെ ഈസി ആയിരിക്കും ഈ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിന്. നെക്സ്റ്റ് സ്ലൈഡ്. ഇതാണ് പറഞ്ഞ പോലെ പോപ്പുലർ ആയിട്ടുള്ള പ്രോഗ്രാംസ്. കൂടുതലും എഞ്ചിനീയറിംഗ് കൈൻഡ് ഓഫ് പ്രോഗ്രാംസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ടെക്നിക്കൽ കൈൻഡ് ഓഫ് പ്രോഗ്രാംസ് ആണ്. സിവിൽ എഞ്ചിനീയറിംഗും ഇലക്ട്രോണിക്സും മെക്കും അങ്ങനെയൊക്കെയുള്ള റിലേറ്റഡ് പ്രോഗ്രാംസ് ആണ് കൂടുതലും. എയറോനോട്ടിക്സ് അങ്ങനെയുള്ള പ്രോഗ്രാംസ് ആണ് റിഗ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റീസിൽ കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് സ്ലൈഡ്. ഇത് ബാച്ചിലർ മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ് ആണ്. മെയിൻ ആയിട്ടുള്ള റിഗയിൽ ചെയ്യുന്ന പ്രോഗ്രാംസിന്റെ ലിസ്റ്റ് ആണ്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചാൽ മതി ഇന്ന പ്രോഗ്രാംസ് ആണെന്നുള്ളത്. സോ നെക്സ്റ്റ് സ്ലൈഡ്.
ഇതും റിഗയിൽ തന്നെയുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് RSU റിഗ സ്ട്രാഡിയൻസ് യൂണിവേഴ്സിറ്റി ലാറ്റ്വിയ. ഇറ്റ്സ് എ പബ്ലിക് യൂണിവേഴ്സിറ്റി. പബ്ലിക് യൂണിവേഴ്സിറ്റീസ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്താ ജർമ്മനിയിലും ഓസ്ട്രേലിയയിലും ഒക്കെ പറയുന്ന പോലെ പബ്ലിക് യൂണിവേഴ്സിറ്റി എന്ന് മീൻ ചെയ്യുന്നത് ഫ്രീ എഡ്യൂക്കേഷൻ അല്ല. സോ ഇവിടെയാണെങ്കിലും ലാറ്റ്വിയയിലാണെങ്കിലും പബ്ലിക് ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി 2 യൂണിവേഴ്സിറ്റി കാറ്റഗറീസ് ഉണ്ട്. സോ രണ്ടിടത്തും ടോട്ടലി ഒരു 100% സ്കോളർഷിപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് എല്ലാം ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് അല്ല. സോ ഇവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ ഫീസ് സ്ട്രക്ചർ വരും. അത് ഒരു നമ്മുടെ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ ഒരു ബിലോ 5 lakh 4 lakhനുള്ളിൽ വരുന്ന ഫീ റേഞ്ചസ് ആണ്. സോ ഈ ഒരു റിഗ സ്റ്റാഡിയൻസ് യൂണിവേഴ്സിറ്റി RSUവിൽ കൂടുതലും ഹെൽത്ത് റിലേറ്റഡ് മെഡിസിൻ റിലേറ്റഡ് പ്രോഗ്രാംസ് ആണ്. സോ മുമ്പത്തെ റിഗ യൂണിവേഴ്സിറ്റീസിൽ ടെക്നിക്കൽ ആണെങ്കിൽ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ മെഡിസിൻ റിലേറ്റഡ് പ്രോഗ്രാംസ് ആണ് കൂടുതലും അവർ ചൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. ബയോളജി ഫോർ മെഡിസിൻ 70% ആണ് അവരുടെ ഒരു അക്കാദമിക് റിക്വയർമെന്റ് വരുന്നത്. ടെക്നിക്കൽ യൂണിവേഴ്സിറ്റീസിലാണെങ്കിൽ 60% എബോവ് ഉള്ള സ്റ്റുഡൻസിനെ ആണെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. സോ ഹെൽത്തിലോട്ട് വരുമ്പോഴത്തേക്കും റിക്വയർമെന്റ് കുറച്ചുകൂടെ കൂടും. 70% ആണ് മിനിമം റിക്വയർമെന്റ് വരുന്നത്. പിന്നെ 50% റിലവന്റ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു റിക്വയർമെന്റ് ഓരോ യൂണിവേഴ്സിറ്റിയുടെ ഓരോ റിക്വയർമെന്റ് ആണ്. ഇവിടെ ഒന്നും തന്നെ വിത്തൗട്ട് IELTS തന്നെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ MOU വെച്ചിട്ട് തന്നെ നമുക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് സ്ലൈഡ്. ഇത് പറഞ്ഞ പോലെ ബാച്ചിലറിലാണെങ്കിലും മാസ്റ്റേഴ്സ് ആണെങ്കിലും കൂടുതലും മെഡിസിൻ റിലേറ്റഡ് പ്രോഗ്രാംസ് ആണ്, ഹെൽത്ത് കെയർ റിലേറ്റഡ് പ്രോഗ്രാംസ് ആണ്. സോ ആ ഒരു പ്രോഗ്രാം ഈ ഒരു RSUയിൽ ചെയ്യുന്ന ലിസ്റ്റ് ഓഫ് പ്രോഗ്രാംസിന്റെ ലിസ്റ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫീ റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ആദ്യമേ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ മെഡിസിൻ റിലേറ്റഡ് പ്രോഗ്രാംസിന്റെ ഫീ റേഞ്ച് കുറച്ച് ഹൈ ആയിരിക്കും. ഇപ്പം 8,000 euro ടു ഒരു 6 to 10 hour റേഞ്ചിലാണ് ഒരു ആവറേജ് ഫീ സ്ട്രക്ചർ വരുന്നത് മെഡിസിൻ റിലേറ്റഡ്. സോ മാസ്റ്റർ ഓഫ് ഹെൽത്ത് മാനേജ്മെന്റ്, പബ്ലിക് ഹെൽത്ത്, ഇതെല്ലാം ഹെൽത്ത് റിലേറ്റഡ് പ്രോഗ്രാംസ് ആണ്. സോ അതിനെല്ലാം ഒരു ഫീ റേഞ്ച് വരുന്നത് ഈ ഒരു PPTയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന പോലെ തന്നെയായിരിക്കും. ഇതല്ലാണ്ട് വേറെ പ്രോഗ്രാംസും ഉണ്ട് ഹെൽത്ത് റിലേറ്റഡ്. പക്ഷെ ഫീ റേഞ്ച് ബാക്കിയുള്ള മാനേജ്മെന്റ് പ്രോഗ്രാംസ്, ബിസിനസ് പ്രോഗ്രാംസ്, ടെക്നിക്കൽ പ്രോഗ്രാംസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഹൈ ആണ് ഹെൽത്ത് പ്രോഗ്രാംസിന്. അതുപോലെ തന്നെ ലാറ്റ്വിയ എന്ന് പറയുന്ന കൺട്രി ഹെൽത്ത് കെയറിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കൺട്രിയാണ്. സോ അതുകൊണ്ട് തന്നെ ഹെൽത്തിന്, അതായത് ഈ ഒരു പ്രോഗ്രാംസ് ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് വീക്കിലി അപ് ടു 4 days വരെ ക്ലാസ്സസ് വരാറുണ്ട്. അത് ഇവിടുത്തെ പോലെ തന്നെ നോർമൽ മോർണിംഗ് ടു ടിൽ ഈവനിങ് വരെയുള്ള ക്ലാസ്സസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഹെൽത്ത് കെയറിലോട്ട് പോകുന്ന, അതായത് ഹെൽത്ത് റിലേറ്റഡ് മെഡിസിൻ റിലേറ്റഡ് പ്രോഗ്രാംസ് ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് അവർക്ക് പാർട്ട് ടൈം ചെയ്യാനുള്ള ഒരു ടൈം പീരീഡ് കുറവായിരിക്കും. സോ അതൊന്ന് നിങ്ങൾ മൈൻഡിൽ വെക്കുക. സോ ബാക്കിയുള്ള പ്രോഗ്രാംസിനെല്ലാം വീക്ക്ലി 2 days 2 hours പെർ വീക്ക് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ആയിരിക്കും അവർ ക്ലാസ്സസ് വരുന്നത്. പക്ഷെ ഹെൽത്ത് മാത്രം വീക്കിലി 4 days ക്ലാസ്സസ് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് കുറച്ച് പാർട്ട് ടൈം എന്നുള്ള ടൈം പീരീഡ് കുറവായിരിക്കും. അവർക്ക് ആ ഒരു ഏണിംഗ് പോയിന്റ് അപ്പൊ കുറച്ച് കുറയും. സോ അതൊന്ന് മൈൻഡിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. നെക്സ്റ്റ് സ്ലൈഡ്. ടുരിബ യൂണിവേഴ്സിറ്റി, ഇതും വൺ ഓഫ് ദ ഫേമസ് ഹിസ്റ്റോറിക്കൽ യൂണിവേഴ്സിറ്റി ആണ് ടുരിബ യൂണിവേഴ്സിറ്റി. ഇതും ബാറ്റ്ലിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസിലാണ് അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതിലുള്ള ഡീറ്റെയിൽസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ലെക്ചേഴ്സ് ആൻഡ് പ്രൊഫഷണൽ എക്സ്റ്റെൻസീവ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, യു ക്യാൻ ബി ഷുവർ ദാറ്റ് യു വിൽ റിസീവ് ബിസിനസ് ഓറിയന്റഡ് എഡ്യൂക്കേഷൻ. സോ ടുരിബ യൂണിവേഴ്സിറ്റീസിൽ കൂടുതലും മാനേജ്മെന്റ് റിലേറ്റഡ്, ബിസിനസ് റിലേറ്റഡ് പ്രോഗ്രാംസ് ആണ് അവൈലബിൾ ആയിരിക്കുന്നത്. ഇപ്പം ഓരോ യൂണിവേഴ്സിറ്റീസിലും ഏതാണ് പ്രോഗ്രാം മെയിൻ ആയിട്ട് ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് അവെയർ ആയിരിക്കുക. കാരണം ലാറ്റ്വിയയിലോട്ട് പോകുന്ന സ്റ്റുഡൻസ്, നമുക്കൊരു എൻക്വയറി വരുന്ന സ്റ്റുഡൻസ് ഒക്കെ അവർ ഓൾറെഡി ഫുള്ളി അവരെ റിസർച്ച് ചെയ്തിട്ടായിരിക്കും വരിക. അപ്പം ഒരു യൂണിവേഴ്സിറ്റി പറയുമ്പം ഏതാണ് ആ യൂണിവേഴ്സിറ്റിയുടെ, അപ്പം നമ്മൾ UK കാനഡയും അല്ലെങ്കിൽ ബാക്കിയുള്ള കൺട്രീസ് ഒക്കെ പറയുന്ന പോലെ തന്നെ ഒരു യൂണിവേഴ്സിറ്റിയിൽ എല്ലാ കൈൻഡ് ഓഫ് പ്രോഗ്രാംസും കാണും. പക്ഷേ ലാറ്റ്വിയൻ യൂണിവേഴ്സിറ്റീസിൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ യൂണിവേഴ്സിറ്റിയിലും ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഫീൽഡ് റിലേറ്റഡ് പ്രോഗ്രാംസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുപോലെ ടുരിബ യൂണിവേഴ്സിറ്റീസിൽ ബിസിനസ് റിലേറ്റഡ്, മാനേജ്മെന്റ് റിലേറ്റഡ് പ്രോഗ്രാംസ് ആണ് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് സ്ലൈഡ്. സോ ഇത്രയാണ് ടുരിബയുടെ അണ്ടറിൽ വരുന്ന പ്രോഗ്രാംസ്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മാനേജ്മെന്റ് റിലേറ്റഡ്, ബിസിനസ് റിലേറ്റഡ് പ്രോഗ്രാംസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. ബാച്ചിലേഴ്സിനാണെങ്കിലും മാസ്റ്റേഴ്സിനാണെങ്കിലും ഫീ റേഞ്ചും വളരെ കുറവാണ്. 3,000 euro per year ആണ് വരുന്നത്. അതും നമ്മൾ ബാച്ചിലേഴ്സിന് പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും 1 yearന്റെ ഫീസ് മാത്രം അവർ പേ ചെയ്തിട്ടാണ് അവർ മൂവ് ചെയ്യുന്നത്. 1 yearന്റെ ഫീസ് പേ ചെയ്താൽ മതി. ആൻഡ് ലിവിങ് എക്സ്പെൻസ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു 8 lakh അവർ ഫണ്ട് അക്കൗണ്ടിൽ 6 month സ്റ്റേറ്റ്മെന്റ് ഷോ ചെയ്താൽ മതി. സോ വിച്ച് ഈസ് വെരി അഫോർഡബിൾ.
സോ ഇത്രയാണ് ഡീറ്റെയിൽസ്. ഞാൻ സ്പീഡ് കൂടുന്നുണ്ടോ? ആക്ച്വലി 2 കൺട്രീസ് ഉള്ളതുകൊണ്ട് എനിക്ക് കൺക്ലൂഡ് ആയി ടൈം പീരീഡിനുള്ളിൽ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ഡൗട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡ് ഫാസ്റ്റ് ആയിട്ട് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ ക്ലിയർ ആവുന്നു. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ലാറ്റ്വിയയുടെ ഡീറ്റെയിൽസ് ഏകദേശം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ എന്താ ഞാൻ ആദ്യമേ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ ഒരു ചെറിയ യൂറോപ്യൻ കൺട്രി ആണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീ റേഞ്ച് ആണ്. ഒരു ബിലോ 5 ലാഖിന് ട്യൂഷൻ ഫീസ് ഒക്കെ നോക്കുന്ന സ്റ്റുഡൻസിന് കൂടുതലും ലാറ്റ്വിയ എന്ന് പറയുന്ന കൺട്രി ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സെറ്റിൽമെന്റ് പ്ലാനിലോട്ടൊക്കെ കൂടുതലും സ്റ്റുഡൻസ് ചൂസ് ചെയ്യാറില്ല ലാറ്റ്വിയ, കാരണം അത്രയും ഡെവലപ്ഡ് കൺട്രി എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു വെസ്റ്റേൺ യൂറോപ്പ് കൺട്രീസ് ഒക്കെ പോലെ ജർമ്മനി, ഫ്രാൻസ് ഒക്കെ പോലെ അത്രയും വെസ്റ്റേൺ ആയിട്ടുള്ള ഒരു കൺട്രി ഒന്നും അല്ല. ഒരു കുറച്ചുകൂടെ ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന ഒരു കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ യൂറോപ്പിലോട്ട് പോകുന്ന അതായത് ഒരു ഷെങ്കൻ വിസയ്ക്കുള്ള ഒരു പാത്ത് വേ എന്നുള്ള രീതിയിലുള്ളതാണ് കൂടുതലും ഈ ഒരു കൺട്രിയെ ചൂസ് ചെയ്യുന്നത്. കാരണം ലാറ്റ്വിയൻ വിസ ഷെങ്കൻ വിസയാണ്. അവർക്കൊരു മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് കഴിഞ്ഞിട്ട് ഈ ഒരു 27 കൺട്രീസിലും ഇവർക്ക് ജോബ് വിസ അല്ലെങ്കിൽ ഒരു വർക്ക് വിസ സീക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. അപ്പം ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസിലോട്ട് വിസ കിട്ടാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണെങ്കിലും ചെറിയൊരു അക്കാദമിക് റിക്വയർമെന്റും ഫിനാൻഷ്യൽ റിക്വയർമെന്റും ഒക്കെ വെച്ചിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് ലാറ്റ്വിയ. സോ ക്ലിയർ ആണോ? ഈ ഒരു കൺട്രിയെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സോ നേഹ ഇൻ ബിറ്റ്വീൻ ലിത്വാനിയുടെ PPT ഒന്ന് ഷെയർ ചെയ്യണേ. ലാറ്റ്വിയയില് യൂണിവേഴ്സിറ്റി ഇന്റർവ്യൂ ഉണ്ടോ? അത് ഡിപ്പെൻസ് ആണ്. ചില യൂണിവേഴ്സിറ്റീസിൽ അവര് ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് അഡ്മിഷൻസ് എടുക്കുക. മെയിൻലി ഹെൽത്ത് റിലേറ്റഡ് പ്രോഗ്രാംസിനൊക്കെ ഞാൻ പറഞ്ഞല്ലോ റിക്വയർമെന്റ് കൂടുതലാണ്. സോ ഹെൽത്ത് കെയറിലൊക്കെ കൂടുതലും ഇന്റർവ്യൂ വിത്തൗട്ട് ഇന്റർവ്യൂവിൽ തന്നെ ചെയ്യുന്ന പ്രോഗ്രാംസ് കുറവാണ്. എല്ലാത്തിലും തന്നെ ഇന്റർവ്യൂസ് ഉണ്ടാവും. ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് അവർ ചൂസ് ചെയ്യുക. ബാക്കിയുള്ള ബിസിനസ്, മാനേജ്മെന്റ്, ടെക്നിക്കൽ ഒക്കെ നമുക്ക് അല്ലാണ്ട് തന്നെ ഇന്റർവ്യൂ ഒന്നും ഇല്ലാണ്ട് തന്നെ സ്റ്റുഡൻസിനെ നമുക്ക് എടുക്കാൻ പറ്റും. ഈ ലാറ്റ്വിയയിലെ കോഴ്സസ് ഒക്കെ നമ്മുടെ പോർട്ടലിൽ കിട്ടാൻ ബുദ്ധിമുട്ടാണല്ലോ. ലാറ്റ്വിയ, ലിത്വാനിയ നമ്മൾ പ്രസന്റ്ലി കോഴ്സസ് ആഡ് ചെയ്തിട്ടില്ല. ലാറ്റ്വിയ, ലിത്വാനിയ നല്ല യൂറോപ്പ് കൺട്രീസ് ഫുള്ള് കോഴ്സ് സെന്ററിൽ നമുക്ക് കുറച്ച് കൺട്രീസ് മാത്രമേ മെയിൻ ആയിട്ട് ചെയ്യുന്ന യൂറോപ്യൻ കൺട്രീസ് മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. ഫ്രാൻസ്, ജർമ്മനി അങ്ങനെയുള്ള കൺട്രീസ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കൺട്രീസ് ഒക്കെ അണ്ടർ പ്രോസസിംഗിലാണ്. ആൻഡ് നമ്മൾ യൂറോപ്പ് കൺട്രീസിന് വേണ്ടിയിട്ട് തന്നെ സ്പെഷ്യൽ ആയിട്ടൊരു കോഴ്സ് സെന്റർ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഒരു ഫ്യൂച്ചർ പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ കമ്മിങ് മന്ത്സിൽ എപ്പോഴെങ്കിലും അത് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. വേറൊരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പ് കൺട്രീസ് നമ്മൾ ബാക്കിയുള്ള കൺട്രീസിൽ പറയുന്ന പോലെ തന്നെ അത്ര ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലൊക്കെ പോലെ അത്ര ഈസി ആയിട്ട് നമുക്ക് അഡ്മിഷൻ കിട്ടില്ല. കാരണം എൻട്രി ക്രൈറ്റീരിയാസ് വേറെയാണ്, ഡിഫറെന്റ് ആണ്. അതുപോലെ ഓരോ പ്രോഗ്രാമിനും കുറച്ചുകൂടെ റിക്വയർമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളൊരു പ്രൊഫൈൽ അനലൈസ് ചെയ്ത് കുറച്ചൊരു 2 ഇയർ ഗ്യാപ്പ് ഉള്ള കേസസ് ഒക്കെ ആണെങ്കിലും അതനുസരിച്ചുള്ള കൺട്രീസ് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം റിലവന്റ് ബാക്ക്ഗ്രൗണ്ട് വേണമെന്നൊക്കെ ഉള്ളത് യൂറോപ്പിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ ആണ്. കാരണം നമ്മളിപ്പം UK-യിലും കാനഡയിലും ഒക്കെ പോകുന്ന സ്റ്റുഡൻസിന് ഇപ്പം ഞാൻ എഞ്ചിനീയറിംഗ് ആണ്, അത് കഴിഞ്ഞിട്ട് എനിക്ക് MBA ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ യൂറോപ്യൻ കൺട്രീസിലോട്ട് വരുമ്പം മെയിൻലി ഇപ്പം ലാറ്റ്വിയ, ലിത്വാനിയ ഒക്കെ അങ്ങനെയുള്ള ഒരു റിലവന്റ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത സ്റ്റുഡൻസിന് ഒരു എൻട്രി എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. സോ ഇതൊക്കെ കൺസിഡർ ചെയ്താണ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യേണ്ടത്. സോ അതുകൊണ്ടാണ് കൂടുതലും യൂറോപ്പ് കൺട്രീസ് നമ്മുടെ അടുത്ത് തന്നെ നിങ്ങളൊരു കോഴ്സ് സജഷൻ സീക്ക് ചെയ്യാൻ നമ്മൾ റിക്വയർമെന്റ് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം മിസ്ഗൈഡ് ഒരിക്കലും സ്റ്റുഡൻസിന് വരാൻ പാടില്ല. ഒരു പ്രോഗ്രാം നമ്മൾ എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ സ്റ്റുഡൻസിനെ മിസ്ഗൈഡ് ചെയ്യുന്ന പോലെയാണ്. സോ ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് വരുന്നുണ്ട് ഈ ലാറ്റ്വിയയിലും ലിത്വാനിയയിലും വരുമ്പോൾ ഒരു പ്രൊഫൈൽ ഷോർട്ട് ലിസ്റ്റിംഗിലോട്ട് വരുമ്പോഴത്തേക്കും. സോ അതനുസരിച്ച് നമ്മൾ പ്രോഗ്രാം അനലൈസ് ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. സോ ഇത് ലാറ്റ്വിയയിലും ലിത്വാനിയയിലും നിങ്ങൾ എസ്പെഷ്യലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റിലവന്റ് ഫീൽഡ് ഉള്ള സ്റ്റുഡൻസിനെ മാത്രമേ നമുക്ക് ഈ ഒരു കൺട്രിയിലോട്ട് അയക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ എഞ്ചിനീയറിംഗ് മാസ്റ്റേഴ്സിന് പോകുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ആ സ്റ്റുഡന്റ് ബാച്ചിലേഴ്സ് മെക്കാനിക്കലിന് ചെയ്തതായിരിക്കണം, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിനാണ് പോകുന്നതെങ്കിൽ ബാച്ചിലേഴ്സ് ഇലക്ട്രോണിക്സിന് ചെയ്തതായിരിക്കണം. വേറെ ഒരു ഫീൽഡിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഈവൻ ഈ ബിസിനസ് മാനേജ്മെന്റ് പ്രോഗ്രാംസിനാണെങ്കിൽ ബിസിനസ് മാനേജ്മെന്റ് പ്രോഗ്രാംസിനും ബാക്കിയുള്ള കൺട്രീസിൽ നമുക്കിപ്പം ഒരു ഒരു ഹെൽത്ത് കെയറിൽ കംപ്ലീറ്റ് ചെയ്താണെങ്കിലോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന് കംപ്ലീറ്റ് ചെയ്ത ആളാണെങ്കിലോ നമുക്ക് കുഴപ്പമില്ല, നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷേ
ലാറ്റ്വിയയും അതുപോലെ ലിത്വാനിയ, പോളണ്ട്, ഹംഗറി അങ്ങനെയുള്ള കൺട്രീസിലൊക്കെ റിലവൻറ്റ് ഫീൽഡ് ഇല്ലാണ്ട് ഒരിക്കലും ആ ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഡിഫറെന്റ് ഫീൽഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു ഇനിഷ്യൽ അഡ്മിഷൻ ലെവലിൽ തന്നെ ആ ഒരു പ്രൊഫൈൽ റിജക്ട് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. പ്ലീസ് ടെൽ us about സ്റ്റേ ബാക്ക് എന്ന് പറയുന്നുണ്ട്. സ്റ്റേ ബാക്ക് 9 months ആണ് വരുന്നത്. ബോത്ത് ലാറ്റ്വിയയും ലിത്വാനിയയും സ്റ്റേ ബാക്ക് 9 months ആണ് വരുന്നത്. സോ ലിത്വാനിയ എന്ന കൺട്രിയെ പറ്റിയിട്ട് നമുക്ക് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാം. നെക്സ്റ്റ് സ്ലൈഡ്. സോ ലിത്വാനിയയും ലാറ്റ്വിയയും നമുക്കറിയാം, ആ ഒരു നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇവര് നിയറസ്റ്റ് കൺട്രീസ് ആണ്. വടക്കൻ യൂറോപ്പിൽ റഷ്യയുടെ നിയർ ആയിട്ട് വരുന്ന ഒരു കൺട്രിയാണ് ലിത്വാനിയ. കമ്പയർഡ് ടു ലാറ്റ്വിയ കുറച്ചുകൂടെ ഒരു സമ്പന്ന രാജ്യമാണ് ലിത്വാനിയ എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ലാംഗ്വേജിനെ പറ്റി പറയുവാണെങ്കിൽ ലിത്വാനിയനാണ് ലാംഗ്വേജ് വരുന്നത്. ലാംഗ്വേജ് കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആണ് പഠിക്കാനും കാര്യങ്ങളും ഒക്കെ. ഒരു ജനാധിപത്യ രാജ്യമാണ് ലിത്വാനിയ. ഇവരുടെ മെയിൻ ഒരു ഇൻകം ജനറേറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് ടൂറിസം ആണ്. അതുകൊണ്ട് തന്നെ ടൂറിസം ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിനൊക്കെ പെട്ടെന്ന് വർക്ക് വിസയിലോട്ടൊക്കെ സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രി കൂടിയാണ് ലിത്വാനിയ. ആൻഡ് ഒരുപാട് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കൺട്രിയാണ്. അപ്പൊ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിനും ലിത്വാനിയ ചൂസ് ചെയ്യാം. ആൻഡ് ലിത്വാനിയയുടെ എംബസി വരുന്നത് ഡൽഹിയിലാണ്. നമ്മുടെ കൺട്രീസിൽ ഡൽഹിയിൽ മാത്രമാണ് എംബസി വരുന്നത്. അവിടെയാണ് സ്റ്റുഡൻസ് പോയി കൺസുലേറ്റ് ഇന്റർവ്യൂയും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടത്. പിന്നെ ഒരുപാട് ഫർണിച്ചേഴ്സ്, വുഡ് ഫർണിച്ചേഴ്സ് ഒക്കെ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു കൺട്രി കൂടിയാണ് ലിത്വാനിയ. വിൽനിയസ് ആണ് ക്യാപിറ്റൽ വരുന്നത്. ആൻഡ് ക്ലൈമറ്റിനെ പറ്റി പറയുവാണെങ്കിൽ ലാറ്റ്വിയയിലും ലിത്വാനിയയും ഏകദേശം ഓൾമോസ്റ്റ് സെയിം ക്ലൈമറ്റ് ആണ്. തണുപ്പ് കാലത്ത് അത്യാവശ്യം നല്ലൊരു തണുപ്പ് അവസ്ഥയും, വേനൽക്കാലത്തിനാണെങ്കിൽ അത്യാവശ്യം നല്ല വേനൽ സിറ്റുവേഷൻ വരുന്ന ഒരു കാലാവസ്ഥയാണ്. ആൻഡ് അപ് ടു -15 ഡിഗ്രി വരെ ക്ലൈമറ്റ് ബിലോ പോവാറുണ്ട്. സമ്മർ സീസണിലൊക്കെ ആണെങ്കിൽ ആ സ്നോഫോളും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു കൺട്രിയാണ് ലാറ്റ്വിയ ആണെങ്കിലും ലിത്വാനിയ ആണെങ്കിലും. പിന്നെ ലേസർ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കൺട്രിയാണ് ലിത്വാനിയ. ഓർഗാനിക് ഫാമിങ്ങിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കൺട്രിയാണ്. സോ ഇത്രയാണ് ലിത്വാനിയ എന്ന കൺട്രിയെ പറ്റിയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. സോ കറൻസി വരുന്നത് യൂറോയാണ്. ഓൾഡസ്റ്റ് കൺട്രിയാണ്. ഇന്തോ യൂറോപ്യൻ കൺട്രീസിൽ ഏറ്റവും ഓൾഡസ്റ്റ് കൺട്രീസ് ആണ്. നെക്സ്റ്റ് സ്ലൈഡ്. പോപ്പുലേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. 2.8 million പോപ്പുലേഷൻ ആണ് വരുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. സോ ഇതാണ് ഒരു മെയിൻ കൾച്ചറിനെ പറ്റിയിട്ടൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ വിലിനസ്, കോനസ്, ക്ലാപ്പിഡിയ ഇങ്ങനെയൊക്കെയാണ് മെയിൻ ആയിട്ട് സിറ്റീസ് വരുന്നത്. ഇവിടെ എല്ലാം കുറച്ചുകൂടെ മ്യൂസിയംസ്, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കുറെ പ്ലേസസും ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ബിൽഡിങ്സും മ്യൂസിയം, ചർച്ചസ് ഒക്കെ ഉള്ള ഒരു കൺട്രിയാണ് ലിത്വാനിയ. മെയിൻ ആയിട്ട് 3 കൊമേഴ്സ്യൽ എയർപോർട്ട്സ് ആണ് വരുന്നത്. അതിന്റെ ലിസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. 13 ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ഡെസ്റ്റിനേഷൻസ് അവൈലബിൾ ആണ്. ഒരുപാട് മെയിനി വെസ്റ്റേൺ കമ്പനീസും ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു കൺട്രിയാണ് ലിത്വാനിയ. അതുകൊണ്ട് തന്നെ ലേബർ കോസ്റ്റും ടാക്സസും ഒക്കെ വളരെ കുറവാണ് ലിത്വാനിയയിൽ. ഒരുപാട് ജോബ്സിനും അതുപോലെ തന്നെ ഒരുപാട് ഇൻഡസ്ട്രീസും ഒക്കെ വരുന്നത് ഈ വിൽനസ് എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ സിറ്റിയിലാണ്. അതുപോലെ കോനസും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള തന്നെ ഒരു സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയാണ് ലിത്വാനിയയില്. നെക്സ്റ്റ് സ്ലൈഡ്. സോ ഇന്റർനാഷണൽ സ്റ്റുഡൻസിലോട്ട് വരുമ്പോഴത്തേക്കും എന്തുകൊണ്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ലിത്വാനിയ ചൂസ് ചെയ്യണം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ലാറ്റ്വിയേക്കാളും കുറച്ചുകൂടെ ഒരു ലിവിങ് സ്റ്റാൻഡേർഡ്സും ഒക്കെ ഹൈ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ലിത്വാനിയ. ലാറ്റ്വിയയിൽ ഒരു പാത്വേ കൺട്രി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിത്വാനിയ പക്ഷെ കുറച്ചുകൂടെ സ്റ്റുഡൻസ് അവിടെ തന്നെ സെറ്റിൽ ആകാനൊക്കെ പ്ലാൻ ഉള്ള സ്റ്റുഡൻസ് ആണ് കൂടുതലും ലിത്വാനിയ ചൂസ് ചെയ്യുന്നത്. സോ അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് കുറച്ചുകൂടെ ഹൈ ആണ്. അതുപോലെ ലാറ്റ്വിയയുടെ തന്നെ ഏകദേശം സെയിം ലിവിങ് എക്സ്പെൻസ് ആണ് വരുന്നത്. കൂടുതൽ ഏൺ ചെയ്യാനൊക്കെ പറ്റും. കൂടുതൽ ഇൻഡസ്ട്രീസും കാര്യങ്ങളൊക്കെ ലാറ്റ്വിയേക്കാളും കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി ഇൻഡസ്ട്രീസും കമ്പനീസും അതായത് ജോബ് വിസയിലോട്ട് കുറച്ചുകൂടെ സ്വിച്ച് ചെയ്യാനൊക്കെ ഈസി ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ലിത്വാനിയ. ലിത്വാനിയയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് ലാറ്റ്വിയയിലും അതുപോലെ തന്നെ ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസിലൊക്കെ നമ്മൾ ആദ്യം വിസ ഇഷ്യൂ ചെയ്യുമ്പോൾ സ്റ്റാമ്പ്ഡ് വിസ ആയിരിക്കും. സ്റ്റാമ്പ്ഡ് വിസ ഒരു 3 month വിസ ആയിരിക്കും നമുക്ക് ഇഷ്യൂ ചെയ്യുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ വന്നിട്ടാണ് ഒരു TRP കാർഡിലോട്ട് നമ്മൾ പിന്നെ ആ ഒരു കൺട്രിയിൽ വന്നിട്ടാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പം സെക്കൻഡ് ടൈം നമ്മൾ TRPക്ക് ഇഷ്യൂ ചെയ്യുമ്പോഴും ഈ ഒരു ഇമിഗ്രേഷൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നും കൂടെ പോകണം. ഇത് എല്ലാ കൺട്രീസിലും കോമൺ ആണ്. പക്ഷേ ലിത്വാനിയയിൽ സ്റ്റുഡന്റ് വിസയിൽ പോകുന്ന സ്റ്റുഡൻസിന് ആദ്യം തന്നെ അവർക്ക് ഒരു 2 year TRP കാർഡാണ് കിട്ടുക. സോ പിന്നെ ഇവർക്ക് ഈ ഒരു 2 year അവിടെ സ്റ്റേ ചെയ്യാനുള്ള എല്ലാ റൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ ഒരു സ്റ്റാമ്പ്ഡ് വിസയ്ക്ക് പകരം ഒരു TRP കാർഡ് ആദ്യം തന്നെ കിട്ടി മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഇമിഗ്രേഷൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതും ഒരു അട്രാക്റ്റീവ് ഫാക്ടർ ആണ്. വൈ സ്റ്റുഡൻസ് ആർ ചൂസിങ് ലിത്വാനിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മെയിൻ ഫാക്ടർ ആണ് ഈ ഒരു 2 yearന്റെ TRP കാർഡ് ആദ്യം തന്നെ അവർക്ക് കിട്ടുന്നു എന്നുള്ളത്. വേറൊരു കൺട്രീസിൽ നമുക്ക് പറയാൻ പറ്റാത്ത ഒരു മെയിൻ ലിത്വാനിയയുടെ ഒരു മെയിൻ ബെനിഫിറ്റ് ആണ്. സോ പാർട്ട് ടൈം നേരത്തെ പറഞ്ഞ പോലെ 20 hours per week ആണ് പാർട്ട് ടൈം വരുന്നത്. ആൻഡ് ലിത്വാനിയയിൽ ഹോളിഡേയ്സിൽ അവർക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാം. ഇതും ഒരു സ്റ്റുഡൻസ് കൂടുതലും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റീസൺ ആണ്. ആൻഡ് ഈ പറഞ്ഞ പോലെ അക്കോമഡേഷനും അഫോർഡബിൾ ആണ്. ഒരു 170 euro ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഏകദേശം ഒരു അക്കോമഡേഷൻ ഫീ റേഞ്ച് വരുന്നത്. പിന്നെ നെക്സ്റ്റ് സ്ലൈഡ്. ഇതിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനും അതുപോലെ തന്നെ ICA കാർഡൊക്കെ ഉപയോഗിച്ച് ലാറ്റ്വിയയെ പോലെ തന്നെ എല്ലായിടത്തും തന്നെ ഇവർക്ക് 50% ഓഫറും കാര്യങ്ങളൊക്കെ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും അവർക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ICA കാർഡ് വെച്ചിട്ട് നോർമൽ അവിടുത്തെ സിറ്റിസൺസിനേക്കാളും ഒരു 50% മാത്രം അവർക്ക് പേ ചെയ്തിട്ട് അവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അതും ഒരു അട്രാക്റ്റീവ് ഫാക്ടർ ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലിത്വാനിയയിലെ ലോവർ ട്യൂഷൻ ഫീ റേഞ്ച് ആണ്. പിന്നെ ലോവർ കോസ്റ്റ് ആണ്. ഇൻഎക്സ്പെൻസീവ് കൺട്രി ആണ് ബാക്കിയുള്ള എല്ലാ യൂറോപ്യൻ കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ. വിച്ച് ഈസ് 150 euro to 250 euro per month. അത് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ അറിയാം, വളരെ ലോ ആണ്. ഒരു 35,000 ഒക്കെയാണ് ഏകദേശം ഒരു ആവറേജ് ഒരു പെർ മന്ത് അവർക്ക് ലിവിങ് കോസ്റ്റ് വരുന്നത്. അതുപോലെ ഒരുപാട് സ്റ്റാർട്ടപ്പും ഓൺടർപ്രണേഴ്സും ഒക്കെ ഉള്ള ഒരു കൺട്രിയാണ് ലിത്വാനിയ. ഇറാസ്മസിൽ അവർ ജോയിൻ ചെയ്ത് 1919 ആൻഡ് സിൻസ് ആ ഒരു ടൈം തൊട്ട് ലിത്വാനിയയിൽ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റീസ് എല്ലാം തന്നെ നമുക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ അക്സെപ്റ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ആണ്. നെക്സ്റ്റ് സ്ലൈഡ്. IELTS ഇല്ലാണ്ട് തന്നെ വിത്തൗട്ട് IELTSൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന കൺട്രിയാണ്. ഷോമണി നമ്മൾ ലാറ്റ്വിയ പറഞ്ഞ പോലെ തന്നെ സെയിം ആണ്. നിയർ 6 to 7 lakhs, അതായത് ഒരു നിയർ 8 lakh ഒക്കെ അവർ ഫണ്ട് അക്കൗണ്ടിൽ ഷോ ചെയ്താൽ മതി. ഏജ് ഗ്യാപ്പ് 13 years ആണ്. ബാച്ചിലേഴ്സിനാണെങ്കിൽ 25 years. ബാച്ചിലേഴ്സിന് കുറച്ചുകൂടെ ഇയർ ഗ്യാപ്സ് ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ പ്രിയോറിറ്റി കിട്ടുന്നുണ്ട്. പക്ഷെ അത് റിലവന്റ് ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് ആയിരിക്കണം. നെക്സ്റ്റ് സ്ലൈഡ്. ഇത് ആവറേജ് ഫീ സ്ട്രക്ചർ ആണ്. നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ ബാച്ചിലേഴ്സിനാണെങ്കിലും മാസ്റ്റേഴ്സിനാണെങ്കിലും അഫോർഡബിൾ ആയിട്ടുള്ള ഫീ റേഞ്ച് ആണ് ലിത്വാനിയയുടെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി. അപ്പം പെർ ഇയർ നമുക്കൊരു ബിലോ 5 lakhനുള്ളിൽ തന്നെ ഫീ റേഞ്ച്, ആവറേജ് ബിലോ 5 lakhനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ബിലോ 5 lakh എന്ന് പറയുമ്പം അത് കുറച്ചുകൂടെ കൂടുതലാണ്. നമുക്കൊരു 2 lakh to 3 lakh ആ റേഞ്ചിൽ തന്നെ പെർ ഇയർ നമുക്ക് ഫീസ് വരുന്ന പോലെ നമുക്ക് സ്റ്റുഡൻസിന് അറേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഫീ റേഞ്ച് കുറവാണെന്നും പറഞ്ഞ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ഡിഗ്രിക്കോ കാര്യങ്ങൾക്കോ ഒരു എന്താ പറയാ ഇന്റർനാഷണൽ മാർക്കറ്റിൽ സ്റ്റുഡന്റ് ലെവലിൽ വരുമ്പോൾ ഒരു ജോബ് സീക്കിങ്ങിലോട്ട് വരുമ്പോഴത്തേക്കും ഇവരുടെ ഒരു ഡിഗ്രിക്ക് വാല്യൂ കുറവാന്നോ അങ്ങനെയൊന്നുമില്ല. എല്ലാം തന്നെ QS യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ വരുന്ന ഹൈ ലെവലിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റീസ് ആണ്. നമുക്ക് എല്ലാ സ്റ്റുഡൻസിനും തന്നെ നല്ല വാല്യൂസ് ഉള്ള ഡിഗ്രീസ് ആണ് ലിത്വാനിയൻ ഡിഗ്രീസ് ലാറ്റ്വിയൻ ഡിഗ്രീസ് ആണെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. ഇത് ലിത്വാനിയയിലെ ജോബ് മാർക്കറ്റിലോട്ട് വരുമ്പോഴത്തേക്കും മെയിൻ ആയിട്ട് വരുന്നത് എഞ്ചിനീയറിംഗ് ആണ്. എഞ്ചിനീയറിംഗ്, ബിസിനസ്, അതുപോലെ എയറോനോട്ടിക്സ്, ടെക്നിക്കൽ റിലേറ്റഡ് പ്രോഗ്രാംസിനൊക്കെ കൂടുതലും ജോബ് പ്ലേസ്മെന്റ് കിട്ടുന്ന ഒരു കൺട്രിയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിനെയൊക്കെ എഞ്ചിനീയേഴ്സിനെയൊക്കെ ഒരുപാട് സീക്ക് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ലിത്വാനിയ.
അതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും IT കമ്പനീസും കാര്യങ്ങളൊക്കെ ഒരുപാട് സ്റ്റാർട്ടപ്സ് ഉള്ള ഒരു കൺട്രിയാണ് ലിത്വാനിയ. നെക്സ്റ്റ് സ്ലൈഡ്. ഇത് ലിത്വാനിയയുടെ മേജർ സ്റ്റാർട്ടപ്സ് വന്നിരിക്കുന്ന കുറെ ഓർഗനൈസേഷൻസ് ആണ്. ഇതെല്ലാം ഫേമസ് ആണ്. ഇന്ത്യയിലും ഒക്കെ സ്റ്റാർട്ട് ആയിരിക്കുന്നത് ലിത്വാനിയ എന്നുള്ള കൺട്രിയിൽ നിന്നാണ്. നെക്സ്റ്റ് സ്ലൈഡ്. ഇത് നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ ലാറ്റ്വിയയിലെ പോലെ തന്നെ ആകെ ഒരു 3-4 മെയിൻ യൂണിവേഴ്സിറ്റീസ് ലിത്വാനിയയിൽ വരുന്നുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി കേരളത്തിന്റെ ഒരു ഡബിൾ വരുന്ന ഒരു കൺട്രിയാണ് ലിത്വാനിയ. അതുപോലെ ലാറ്റ്വിയ ആണെങ്കിലും അത്ര വലിയ കൺട്രി ഒന്നുമല്ല, ചെറിയ ഒരു വിസ്തീർണമുള്ള ഒരു കൺട്രിയാണ്. രണ്ടും ചെറിയ കൺട്രിയാണ്, ആൻഡ് പോപ്പുലേഷൻസും അവിടെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലെ യൂണിവേഴ്സിറ്റീസ് ഒക്കെ നമുക്ക് എല്ലാ സ്റ്റേറ്റിലും ഇങ്ങനെ യൂണിവേഴ്സിറ്റീസും കാര്യങ്ങളൊന്നുമില്ല. ആകെയുള്ള മെയിൻ സിറ്റീസിൽ മാത്രം 3-4 യൂണിവേഴ്സിറ്റീസ്. ഇതിലോട്ട് തന്നെയാണ് എല്ലാ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെയും അവർ അക്സെപ്റ്റ് ചെയ്യുന്നത്. എല്ലാ സ്റ്റുഡൻസും പോകുന്ന യൂണിവേഴ്സിറ്റീസും ഇതൊക്കെ തന്നെയാണ്. ഒന്നാണ് മെയിൻ യൂണിവേഴ്സിറ്റി ആണ് KTU യൂണിവേഴ്സിറ്റി. KTUവിന്റെ റീസെന്റ് ടെക്നോളജി ആ ഒരു യൂണിവേഴ്സിറ്റീസിൽ പറയുന്ന പോലെ കോണസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി, ടെക്നിക്കൽ റിലേറ്റഡ് പ്രോഗ്രാംസ് ആണ് കൂടുതലും KTU യൂണിവേഴ്സിറ്റീസിൽ വരിക. നെക്സ്റ്റ് സ്ലൈഡ്. ഇതിൽ KTUയിൽ വരുന്ന പ്രോഗ്രാംസ് ആണ് ആൻഡ് ഫീസ് സ്ട്രക്ചറും ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. ഇത് വേറൊരു യൂണിവേഴ്സിറ്റി ആണ്, BMU എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിൻ ഫേമസ് യൂണിവേഴ്സിറ്റീസ് ആണ്. ഇവിടെയും നമ്മൾ മാനേജ്മെന്റ് പ്രോഗ്രാംസ് ആണ് കൂടുതലും കാണിക്കുക. അതിൽ ടൂറിസം, ബിസിനസ്, ലോജിസ്റ്റിക്സ് അങ്ങനെയുള്ള പ്രോഗ്രാംസ് ആണ്. ലോജിസ്റ്റിക്സ് ഞാൻ എടുത്തു പറയേണ്ട ഒരു പ്രോഗ്രാം ആണ്. ലോജിസ്റ്റിക്സിന് പോകുന്ന സ്റ്റുഡൻസ് ഇവിടെ വർക്ക് വിസയിലോട്ട് സ്വിച്ച് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. കൂടുതൽ ബീച്ചസും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക്സ് ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് നല്ലൊരു കൺട്രിയാണ് ലിത്വാനിയ, ലാറ്റ്വിയ. നെക്സ്റ്റ് സ്ലൈഡ്. പ്രോഗ്രാംസിന്റെ ലിസ്റ്റ് ആണ്, ആവറേജ് ഫീസ് സ്ട്രക്ചറും ആണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. ഇത് വേറൊരു യൂണിവേഴ്സിറ്റി ആണ്, ISM യൂണിവേഴ്സിറ്റി ഓഫ് മാനേജ്മെന്റ് ആൻഡ് എക്കണോമിക്സ്. ഇവിടെയും കൂടുതലും മാനേജ്മെന്റ് റിലേറ്റഡ് പ്രോഗ്രാംസ് ആണ് വരുന്നത്. ഫീസ് സ്ട്രക്ചറും ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇത് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ഫീ റേഞ്ച് കൂടുതലുള്ള ഒരു യൂണിവേഴ്സിറ്റി ആണ്. നെക്സ്റ്റ് സ്ലൈഡ്. ഇത് ലിത്വാനിയ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്. ഇത് അവിടുത്തെ ഒരു ഫേമസ് യൂണിവേഴ്സിറ്റി ആണ്. കൂടുതലും ഹെൽത്ത് റിലേറ്റഡ് പ്രോഗ്രാംസ്, നഴ്സിംഗ്, MBBS അതുപോലെയുള്ള പ്രോഗ്രാംസ് ഒക്കെ ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസ്, പാരാമെഡിക്കൽ പ്രോഗ്രാംസ് ഒക്കെ ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസ് കൂടുതലും യൂസ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി ആണ് ലിത്വാനിയ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്. ഇതും സെൻട്രൽ സിറ്റിയിൽ തന്നെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ആണ്. ഒരുപാട് മലയാളീസ് ഒക്കെ പഠിക്കുന്ന യൂണിവേഴ്സിറ്റീസ് ആണിത്. നെക്സ്റ്റ് സ്ലൈഡ്. ഇതാണ് മേജർ പ്രോഗ്രാംസ് വരുന്നത്. ഫീസ് റേഞ്ച് നമുക്ക് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെൽത്ത് കെയറിലോട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് ഫീസ് സ്ട്രക്ചർ കൂടും. സോ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നെക്സ്റ്റ് സ്ലൈഡ്. അതിന്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് പറഞ്ഞിരിക്കുന്നത്. 55% എബോവ് സ്കോർ റേഞ്ച് വേണം. അതുപോലെ സയൻസ് ബാക്ക്ഗ്രൗണ്ട് വേണം എന്നുള്ളത് നിർബന്ധമാണ്. ആൻഡ് ഓപ്പൺ സ്കൂളിംഗ് നോട്ട് അക്സെപ്റ്റഡ്. ഇതിൽ മാം നേരത്തെ ചോദിച്ച പോലെ തന്നെ എൻട്രൻസ് എക്സാമും പേഴ്സണൽ ഇന്റർവ്യൂവും ഹെൽത്ത് കെയർ പ്രോഗ്രാംസിന് ഉണ്ടായിരിക്കും. സോ അതാണ് നമ്മൾ ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ മാസ്റ്റേഴ്സ് ചൂസ് ചെയ്യുന്ന മെയിൻലി പബ്ലിക് ഹെൽത്ത് ഒക്കെ ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് എല്ലാവർക്കും തന്നെ എൻട്രൻസും അതുപോലെ തന്നെ ഇന്റർവ്യൂ പ്രൊസീജിയറും കാണും. ഇതൊക്കെ സിമ്പിൾ ആണ്. നമുക്ക് ഇവിടെ പഠിച്ചിരിക്കുന്ന സ്റ്റുഡൻസിന് പാസ് ആവാൻ പറ്റുന്ന രീതിയിലേ ഉള്ളൂ. ഒരു ബിലോ എബോവ് 50 സ്കോർ റേഞ്ച് ഉള്ള സ്റ്റുഡൻസിനൊക്കെ നമ്മളൊരു ട്രെയിനിങ് കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് അത് ഈസി ആയിട്ട് തന്നെ പാസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സ്ലൈഡ്. ഇതും വേറൊരു യൂണിവേഴ്സിറ്റി ആണ്. ഓട്ടോണമസ് ഒരു യൂണിവേഴ്സിറ്റീസ് ആണ് വരുന്നത്. ഇത് റാങ്ക് ടോട്ടൽ കൺട്രീസിൽ 6th റാങ്ക് വരുന്ന ഒരു യൂണിവേഴ്സിറ്റി ആണ്. ആൻഡ് ബാച്ചിലേഴ്സിന്റെ പ്രോഗ്രാംസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. കൂടുതലും ടെക്നിക്കൽ പ്രോഗ്രാംസ് ആണ് ഈ ഒരു യൂണിവേഴ്സിറ്റീസിൽ വരിക. നെക്സ്റ്റ് സ്ലൈഡ്. അവിടുത്തെ ഫീ റേഞ്ച് ആണ്. ഫീ റേഞ്ച് നമുക്ക് അത്യാവശ്യം ലോ ആണ്. 2000 യൂറോ പെർ ഇയർ തൊട്ട് ഒരു 4,500 ആ ഒരു ആവറേജ് ഫീ റേഞ്ചിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഒരു ബിലോ 3 ലാഖിനുള്ളിലൊക്കെയാണ് ഫീ റേഞ്ച് വരുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്.
സോ ഇത്രയാണ് ലാറ്റ്വിയ ലിത്വാനിയ എന്നുള്ള 2 കൺട്രീസ്. നമുക്ക് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ അധികം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഒന്നും പോകാത്ത കൺട്രീസ് ആണ്. പക്ഷേ എങ്കിൽ പോലും അഫോർഡബിൾ ഫീ റേഞ്ച് ഒക്കെ നോക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോഴും ചൂസ് ചെയ്യുന്ന 2 കൺട്രീസ് ആണ് ലാറ്റ്വിയയും ലിത്വാനിയയും. അപ്പം നമ്മൾ ലാറ്റ്വിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പാത്ത് വേ കൺട്രി ആയിട്ടുള്ള രീതിയിൽ ഒരുപാട് സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്നുണ്ട്. ലാറ്റ്വിയയിൽ പോയി അവർ സ്റ്റഡി പീരീഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ അവർ വർക്ക് വിസയിലോ ജർമ്മനിയിലോ ഫ്രാൻസിലോ ഒക്കെ പോയിട്ട് അവർ വർക്ക് വിസയിലോട്ട് സ്വിച്ച് ചെയ്ത് അവിടെ സെറ്റിൽ ആവാനുള്ള സ്റ്റുഡൻസ് ആണ് കൂടുതലും ലാറ്റ്വിയ ചൂസ് ചെയ്യുന്നത്. ലിത്വാനിയ അവിടെ തന്നെ സെറ്റിൽ ആവാനൊക്കെ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള കൺട്രിയാണ്. അപ്പം വർക്ക് വിസയാണെങ്കിൽ കൂടുതൽ ഇൻഡസ്ട്രീസും കമ്പനീസും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ലിത്വാനിയ കുറച്ചുകൂടെ അവിടെ തന്നെ സെറ്റിൽ ആവുന്ന സ്റ്റുഡൻസ് കൂടുതലും ഉണ്ട്. ജർമ്മനിയും പോളണ്ടിനേക്കാളും കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് അതിന്റെ ഒരു മെയിൻ ബെനിഫിറ്റ്. ടാക്സ് കുറവാണ്, ലിവിംഗ് എക്സ്പെൻസ് കുറവാണ്. ലിത്വാനിയയിൽ നമ്മൾ മെഡിക്കൽ കോഴ്സ് പഠിച്ചാലും മറ്റ് യൂറോപ്യൻ കൺട്രിയിലേക്ക് എങ്ങനെ മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും? ആ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണ്ടേ? ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണ്ടേ? അത് എവിടെയാണെങ്കിലും ലോക്കൽ ലാംഗ്വേജ് വേണം. ഇപ്പം യൂറോപ്യൻ കൺട്രീസ് ഏതാണെങ്കിലും ഒരു വർക്ക് വിസയിലോട്ട് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് അവരുടെ റിക്വയർമെന്റ് ആയിട്ട് അവർ വെക്കുന്നില്ലെങ്കിലും സ്റ്റുഡൻസിന് എപ്പോഴും ബെനിഫിറ്റ് ആണ് ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക എന്നുള്ളത്. ഇപ്പൊ ജർമ്മനിയിലോട്ട് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒബിയസ്ലി നമ്മൾ അവിടുത്തെ ജർമ്മൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. ഫ്രാൻസ് ആണെന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ IT റിലേറ്റഡ് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരാത്ത ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ, അപ്പോൾ അവിടെയാണെങ്കിൽ അവർക്ക് സിസ്റ്റം റിലേറ്റഡ് വർക്ക്സും കാര്യങ്ങളും മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു ജോബ് റോൾ വരുന്നതാണെങ്കിൽ അവിടുത്തെ എംപ്ലോയർ ലാംഗ്വേജ് ഇല്ലാത്ത ആൾക്കാരെ ആണെങ്കിലും അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ഒരു അവിടുത്തെ ലോക്കൽ കസ്റ്റമേഴ്സുമായിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു ജോബ് ആണെന്ന് വരുന്നെങ്കിൽ അവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു എന്താ പറയാ ലാംഗ്വേജിന്റെ റിക്വയർമെന്റ് എംപ്ലോയറിന്റെ ഒരു റിക്വയർമെന്റ്സിൽ അത് ഉണ്ടായിരിക്കും. സോ ഇതൊക്കെ ഓരോ എംപ്ലോയറിന്റെ ഇതനുസരിച്ചിട്ടാണ്. അപ്പം ആ ഒരു എംപ്ലോയർ വിത്തൗട്ട് ലാംഗ്വേജ് അവർക്ക് ജോബ് വിസ കൊടുക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഒബിയസ്ലി അവർക്കത് മൂവ് ചെയ്യാം. ഇപ്പം ഈ പറഞ്ഞ പോലെ ജർമ്മനി അങ്ങനെയുള്ള കൺട്രീസിലൊക്കെ നമുക്ക് മോസ്റ്റ് ഓഫ് ദ പ്രോഗ്രാംസ് ഹെൽത്ത് കെയർ പ്രോഗ്രാംസിനൊക്കെ ലാംഗ്വേജ് മസ്റ്റ് ആണ്. അപ്പൊ അത് അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലിത്വാനിയയിലെ ലാംഗ്വേജ് ഏതാണ്? ലിത്വാനിയൻ. അതെ, ലിത്വാനിയൻ ആണ് ലാംഗ്വേജ് വരുന്നത്. സോ ലാറ്റ്വിയ ആണെങ്കിലും ലിത്വാനിയ ആണെങ്കിലും നമുക്ക് ഈ ഒരു സ്റ്റഡി പീരീഡിൽ തന്നെ അവർക്കൊരു കോഴ്സിൽ ഒരു ലാംഗ്വേജ് ആയിട്ട് അവരുടെ ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ട്. ആ കൺട്രിയുടെ ലാംഗ്വേജ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ലാംഗ്വേജ് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ബാക്കിയുള്ള കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് പഠിക്കാൻ ലേൺ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള 2 ലാംഗ്വേജ് ആണെങ്കിൽ ലിത്വാനിയ ആണെങ്കിൽ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഇപ്പൊ ജർമ്മനി ആണെങ്കിൽ ഇംഗ്ലീഷുമായിട്ട് ചെറിയ സിമിലാരിറ്റി ഉണ്ടെന്ന് പറയാം. പക്ഷെ ഇത് ഒരു തരത്തിലും ഒരു സിമിലാരിറ്റി ഇല്ലാണ്ട് നമുക്ക് കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാകാത്ത കുറച്ച് 2 ലാംഗ്വേജ് ആണ് ഇത് രണ്ടും. അപ്പം ഇത് പഠിച്ചെടുക്കാൻ സ്റ്റുഡൻസ് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. പിന്നെ എല്ലാം നമുക്ക് എന്താ പറയാ ഓരോ സ്റ്റുഡൻസിന്റെ പാഷൻ അനുസരിച്ച് അവർ അത് ഐഡന്റിഫൈ ചെയ്യണം. ചില സ്റ്റുഡൻസ് ഉണ്ട് പെട്ടെന്ന് ലാംഗ്വേജ് ഒക്കെ ഗ്രാബ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കുറച്ചൊരു പഠിക്കാൻ പറ്റും. ഹലോ, യെസ്, വിൽനസ് യൂണിവേഴ്സിറ്റിയെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? എന്ത് ഡീറ്റെയിൽസ് ആണ് ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെ കോഴ്സസ് ചെയ്യുന്നുണ്ട്, അവിടെ ചെയ്യുന്നുണ്ടോന്നോ? എന്തൊക്കെ കോഴ്സസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്തിട്ട് പറയാവേ. ഓക്കെ, ഫൈൻ. എനിക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. പ്രോഗ്രാം ഏതാണെന്നുള്ളത് ഒന്ന് പറഞ്ഞാൽ മതി. CV കൂടെ അയച്ചു തരുവാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഇവിടെ നമുക്ക് ITന്റെ റിക്വയർമെന്റ് വരുന്നുണ്ടോ? സോറി, കേട്ടില്ല, ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? ITR ഫയൽ ചെയ്യേണ്ടി വരുന്നുണ്ടോ ഇവിടത്തേക്ക്? IT ഇൻകം ടാക്സ് IT റിട്ടേൺസ് വേണമെന്നാണോ? യെസ്. വിസ ഫയൽ ചെയ്യുമ്പം
IT റിട്ടേൺസ് നമ്മൾ ഒരു ചെക്ക് ലിസ്റ്റിൽ പറയുന്ന ഒരു ഡോക്യുമെന്റ് അല്ല. ചെക്ക് ലിസ്റ്റിൽ ആക്ച്വലി നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം ഷോ ചെയ്താൽ മതി. പിന്നെ ITR ഉള്ള സ്റ്റുഡൻസിനാണെങ്കിൽ വിസ ഒന്നുകൂടെ ഒന്ന് സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട് ITR ഒക്കെ ഫയൽ ചെയ്യുന്ന പേരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. യൂറോപ്യൻ കൺട്രീസിലെല്ലാം തന്നെ അങ്ങനെയാണ്. ITRും CA റിപ്പോർട്ടും ഒക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ ഇതൊന്നും ഒഴിവാക്കത്തില്ല, നമ്മൾ ആഡ് ഓൺ ചെയ്യും. ഇല്ലാത്ത കേസിൽ മാത്രമേ നമ്മൾ അത് വിത്തൗട്ട് ഫയൽ ചെയ്യത്തുള്ളൂ. പിന്നെ ഇവിടെ കമ്പാരിറ്റീവ്ലി ലോ ഫീസ് ആയതുകൊണ്ട് തന്നെ ലിവിങ് എക്സ്പെൻസ് ആണെങ്കിൽ നമ്മൾ ഫുൾ സ്റ്റേറ്റ്മെന്റ് കാണിക്കുന്നുണ്ട്. പിന്നെ ട്യൂഷൻ ഫീസിന്റെ കേസിൽ വരുമ്പോഴത്തേക്കും ബിലോ 5 ലാഖിനുള്ളിൽ ട്യൂഷൻ ഫീസ് വരുന്നുള്ളൂ. അപ്പം ITR ഇല്ലെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആ ഒരു വിസ റിജക്ഷൻ എന്നുള്ള ഇതിലോട്ടൊന്നും പോകത്തില്ല. അത് നമുക്ക് അഷുറൻസ് തരാൻ പറ്റും. ഫിനാൻഷ്യൽ പാർട്ട് അത്ര ഡിഫിക്കൽട്ട് അല്ല, കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ 1 ഇയറിന്റെ ട്യൂഷൻ ഫീസ് ഫുള്ള് പേ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ലിവിങ് എക്സ്പെൻസ്, അതായത് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഒരു 7 ലാഖ് അല്ലെങ്കിൽ ഒരു 8 ലാഖ് നമ്മൾ ഫണ്ട് അക്കൗണ്ടിൽ കാണിക്കുന്നതിന്റെ പ്രൂഫാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അത് അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ അല്ല. ഫിനാൻഷ്യൽ പാർട്ട് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് 2 കൺട്രീസിലും ക്ലിയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു ഷെങ്കൻ വിസ കിട്ടാനുള്ള ഒരു ഈസിയസ്റ്റ് പാത്വേ ആയിട്ട് സ്റ്റുഡൻസ് ലാറ്റ്വിയ ചൂസ് ചെയ്യുന്നതിന്റെ ഒരു മെയിൻ റീസൺ ഇതാണ്. ബാക്കിയുള്ള കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ ഫിനാൻഷ്യൽ റിക്വയർമെന്റും അക്കാദമിക് റിക്വയർമെന്റും ഒക്കെ കമ്പാരിറ്റീവ്ലി ലോ ആണ്. ലാംഗ്വേജ് വേണ്ട. അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇച്ചിരി കുറവാണെന്നുണ്ടെങ്കിലും അവർ അങ്ങനെയുള്ള കേസസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഷെങ്കൻ വിസ കിട്ടാൻ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 കൺട്രീസ് ആണ് ലാറ്റ്വിയയും ലിത്വാനിയയും. പിന്നെ 6 മന്ത് ഫണ്ടാണ് കാണിക്കേണ്ടത് അല്ലെ? FD ആണോ സേവിങ്സ് ആണോ വരുന്നത്? സേവിങ്സ് ആണ് കാണിക്കേണ്ടത്. സ്റ്റുഡൻസിന്റെ അക്കൗണ്ടിലാണ് സേവിങ്സ് കാണിക്കേണ്ടത്. 6 മന്ത് സേവിങ്സ് അക്കൗണ്ട് എന്ന് നമ്മൾ പറയുമ്പം അതിൽ ഈ 8 ലാഖ് എന്നുള്ളത് ഇപ്പൊ നമ്മൾ ഈ ഒരു മന്ത് തൊട്ടാണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ, ഫെബ് ഓൺവേർഡ്സ് ആണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ, ഫെബ്രുവരിയിൽ ഒരു 2 ലക്ഷം വന്നു, ആൻഡ് മാർച്ചിൽ ഒരു 2 ലക്ഷം വന്നു. അങ്ങനെ ഒരു 6 മന്ത്സ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ഈ ഒരു 8 ലാഖ് അവർ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അതായത് ആദ്യത്തെ ഫെബ്രുവരി തൊട്ട് ഈ 8 ലക്ഷം കാണിക്കണമെന്നല്ല നമ്മൾ മെയിൻ ചെയ്യുന്നത്. ആദ്യം ഒരു 2 ലാഖ് അല്ലെങ്കിൽ ഒരു 1 ലാഖ് 3 ലാഖ് അങ്ങനെ ടോട്ടൽ ഒരു 6 മന്ത്സിന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോഴത്തേക്കും അക്കൗണ്ട് ബാലൻസ് 8 ലാഖ് വരണമെന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പൊ പാരന്റ്സിന്റെ അക്കൗണ്ടിൽ കാണിക്കാൻ പറ്റത്തില്ല? പേരൻസിന്റെ അക്കൗണ്ടിലും മോസ്റ്റ്ലി നമ്മൾ ബാച്ചിലേഴ്സിന് പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ കുഴപ്പമില്ല. മാസ്റ്റേഴ്സിന് പോകുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർ പ്രിഫർ ചെയ്യുന്നത് സ്റ്റുഡൻസിന്റെ അക്കൗണ്ടിൽ തന്നെ കാണിക്കാനാണ്. കാരണം ഒരു ചെറിയ എമൗണ്ട് ആണല്ലോ. മാസ്റ്റേഴ്സിന് പോകുന്ന സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെന്നുള്ള രീതിയിലാണ് അവർക്ക് ഒരു കൺസിഡറേഷൻ വരുന്നത്. സോ അതുമല്ല, നമ്മൾ ഓസ്ട്രേലിയ ഒക്കെ US ഒക്കെ പേരൻസിന്റെ അക്കൗണ്ടിൽ കാണിക്കണം എന്ന് നമ്മൾ മസ്റ്റായിട്ട് പറയുന്നതിന്റെ റീസൺ ഇതൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. ആൻഡ് ആ ഒരു സ്റ്റുഡന്റിന്റെ എഴുതി വെച്ചിട്ട് ഇത്രയും വലിയൊരു എമൗണ്ട് സ്റ്റുഡന്റിന് ഇൻകം കാണിക്കാനുള്ള ഒരു സോഴ്സ് ഉണ്ടാവില്ല. ബട്ട് ഈ ഒരു കൺട്രീസിലോട്ട് വരുമ്പോഴത്തേക്കും ചെറിയ എമൗണ്ട് ആണ്. ഒരു അത്യാവശ്യം ഒരു വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ ഈ ഒരു ഫണ്ടൊക്കെ സ്റ്റുഡൻസിന് തന്നെ അറേഞ്ച് ചെയ്യാനുള്ളതേ. സോ അങ്ങനെ ഒരു ഇൻഡിപെൻഡൻസി നോക്കുന്ന ഒരു കൺട്രി കൂടിയാണ് ലാറ്റ്വിയ ലിത്വാനിയ. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന്റെ മാസ്റ്റേഴ്സിന് പോകുന്ന സ്റ്റുഡൻസിന്റെ ഒക്കെ നമ്മൾ സ്റ്റുഡൻസിന്റെ അക്കൗണ്ടിൽ തന്നെയാണ് ഫണ്ട് കാണിക്കാൻ ഷോ ചെയ്യാൻ പറയാം. യെസ് സർ, പറഞ്ഞോ. വിഷയമാണല്ലോ ഉള്ളത്. അപ്പൊ അവർക്ക് സ്റ്റേ ബാക്ക് ഉണ്ടോ? സ്റ്റേ ബാക്ക് ലാറ്റ്വിയയിലെ 9 months ലിത്വാനിയയില് 1 year ആണ് വരുന്നത്. ഈ സമയത്ത് അവർക്ക് മറ്റു കൺട്രികളിൽ പോയിട്ട് ജോബ് നോക്കാൻ കഴിയുമോ? അതോ അവിടുന്ന് എങ്ങനെയാണ്? സ്റ്റേ ബാക്ക് പീരീഡിൽ മൂവ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. മറ്റ് സ്റ്റേ, അതായത് സഞ്ചരിലുള്ള മറ്റെല്ലാ കൺട്രിയിലും പോകാൻ കഴിയുന്ന അർത്ഥം? കഴിയും. 27 കൺട്രീസിലും അവർക്ക് പോയിട്ട് ജോബ് സീക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു സ്റ്റഡി പീരിയഡിൽ, അതായത് കോഴ്സ് ഡ്യൂറേഷന്റെ ടൈമിൽ ഇവര് ആ ഒരു കൺട്രീസിൽ തന്നെ വേണം. ആ ഒരു ടൈമിൽ നമുക്ക് അവർക്ക് വേറെ ജോബ് സീക്ക് ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റില്ല. അതിന് സ്റ്റഡി പീരീഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് തന്നെ അവർക്ക് മൂവ് ചെയ്ത് വേറെ കൺട്രീസിലോട്ട് വർക്ക് വിസയിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. പാർട്ട് ടൈം ജോബ് അവിടെ ഉണ്ടാവും, കിട്ടാൻ സാധ്യത ഉണ്ടോ? പാർട്ട് ടൈം ജോബ് അവൈലബിലിറ്റി ഉണ്ട്. ലാറ്റ്വിയയിൽ കുറച്ച് കുറവാണ് പാർട്ട് ടൈം ജോബ്സ്, പക്ഷെ ലിത്വാനിയയിൽ ജോബ് അവൈലബിലിറ്റി കൂടുതലാണ്. എങ്കിൽ പോലും നമ്മൾ ആദ്യത്തെ ഒരു ഡിഫിക്കൽറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് കുറച്ചുകൂടെ ഈസി ആയിട്ട് കിട്ടാൻ ചാൻസ് ഉള്ളതാണ്.
ലാംഗ്വേജ് ഇഷ്യൂ ഉണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ലാറ്റ്വിയ ഒരു ചെറിയ കൺട്രിയാണ്, ഒത്തിരി ഡെവലപ്ഡ് കൺട്രി ഒന്നുമല്ല. അപ്പൊ അതുപോലെ ഇൻഡസ്ട്രീസ് ഒക്കെ കുറവാണ്. അതുപോലെ ഫണ്ട് ചെറിയ കിട്ടലും കുറവായിരിക്കും അർത്ഥം. ഡെലിവറി ജോബ് അതുപോലെയുള്ള ചെറിയ ചെറിയ ജോബ്സിലോട്ട് ഇവര് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സും അങ്ങനെയൊക്കെയുള്ള ജോബ്സിലോട്ട് ഇവര് പെട്ടെന്ന് Earning- മൂവ് ഓൺ ചെയ്യണം പാർട്ട് ടൈം. അത് കുറവായിരിക്കും അർത്ഥം. മറ്റു കൺട്രിയിൽ കിട്ടും പോലെ കിട്ടില്ല. അല്ല, ഏണിങ്സ് ഇവർക്ക് കൂടുതലാണ്. പാർട്ട് ടൈം കിട്ടിക്കഴിഞ്ഞാൽ ഏണിങ്സ് കൂടുതലാണ്, ബിക്കോസ് ലിവിങ് എക്സ്പെൻസ് കുറവാണ് അവിടെ. മിനിമം നമ്മള് മറ്റു കൺട്രിയിൽ കിട്ടുന്ന പോലെ തന്നെ 10 യൂറോക്ക് പെർ അവർ കിട്ടുന്ന അർത്ഥം. അതാണ്, വേജസ് സെയിം ആണ്. പാർട്ട് ടൈം വേജസ് എല്ലാ കൺട്രീസിലെയും പോലെ തന്നെ സെയിം വേജസ് തന്നെയാണ് കിട്ടുന്നത്. ആൻഡ് ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുമ്പോഴത്തേക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ, ഒരു നമ്മുടെ ഇവിടുത്തെ അവിടെ ഒരു അപ്പാർട്ട്മെന്റ് പെർ മന്തിൽ നമുക്കൊരു 10,000 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടും. അത് ഭയങ്കര അഫോർഡബിൾ ആണ് ബാക്കിയുള്ള കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പം അവർക്ക് കൂടുതൽ ഇൻകം അവർക്ക് ഏൺ ചെയ്യാൻ പറ്റും, ലാറ്റ്വിയ ആണെങ്കിലും ലിത്വാനിയ ആണെങ്കിലും. ഇൻഡെക്സ് വരുന്നത് സെപ്റ്റംബർ ആണ്. പിന്നെ ചില ഫ്യൂ പ്രോഗ്രാംസ് മാത്രം ഫെബ് ഇൻഡേക്ക് അവൈലബിൾ ആണ്, വിച്ച് ഈസ് ഓൾറെഡി ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് ഫെബ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട. സെപ്റ്റംബർ ഇൻഡേക്ക് 2024 സെപ്റ്റംബർ ഇൻഡേക്സിലോട്ട് നമുക്ക് എൻക്വയറീസ് കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം അത് കൺവേർട്ട് ചെയ്യാൻ ട്രൈ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഫോർഡബിൾ ഫീ റേഞ്ചിൽ നോക്കുന്ന സ്റ്റുഡൻസിന് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കൺട്രിയാണ്. ആൻഡ് വലിയൊരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജിന്റെ റിക്വയർമെന്റ് ഇല്ല, IELTS വേണ്ട. സോ അങ്ങനെയുള്ള ഇതുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റുഡൻസിന് മൂവ് ചെയ്യാൻ പറ്റും. ലൈഫ് സെക്യൂർ ആണോ? അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസുകൾ അവിടെ ഉണ്ടോ? മറ്റ് ആളുകൾക്ക് സുരക്ഷാ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല സാർ. ഇത് ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ള കൺട്രീസ് ആണ്. ഇപ്പം ലാസ്റ്റ് അവിടെ ഒരു വാർ വന്ന ടൈം പീരീഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് 90s മുമ്പാണ്. അപ്പൊ അങ്ങനെ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത കൺട്രീസ് ആണ്. ഇപ്പം ലിത്വാനിയ ആണെങ്കിലും റഷ്യ ആയിട്ടാണ് ലാസ്റ്റ് ഒരു വാർ എന്നുള്ളൊരു അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇഷ്യൂയിലോട്ട് വന്നത്. അതൊക്കെ അവര് സോൾവ് ചെയ്ത് ഇപ്പം കുറെ വർഷങ്ങളായിട്ട് അങ്ങനെയുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ ക്ലിയർ ആണ്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? സോ ഈ ഒരു ക്ലാസ്സിൽ നല്ല ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ എല്ലാ ഫ്രണ്ട്സിലോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ട്രെയിനിങ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്താൽ മാത്രം പോരാ, ഒരു റിസൾട്ടിലോട്ട് വരണം. ഇപ്പം റിസൾട്ടിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾ മാർക്കറ്റിംഗ് രീതിയിലാണെങ്കിലും ലീഡ് ജനറേഷൻ എന്നുള്ള പാർട്ടിലൊക്കെ ആണെങ്കിലും കുറെ ലീഡ്സ് ജനറേറ്റ് ചെയ്യിപ്പിക്കുക. ആൻഡ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമും എൻട്രി റിക്വയർമെന്റ്സും നമുക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് സ്റ്റുഡൻസിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഈ ഒരു കൺട്രിയിലോട്ട് മൂവ് ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇച്ചിരി അഫോർഡബിൾ ഫീ റേഞ്ച് നോക്കുന്ന സ്റ്റുഡൻസിനൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും ലാറ്റ്വിയ ലിത്വാനിയും. അപ്പോൾ ഓരോ സ്റ്റുഡൻസിന്റെയും പ്രൊഫൈൽ അനുസരിച്ച് നിങ്ങൾക്ക് ഒരു കൺട്രി ഫിൽട്ടർ ചെയ്യാൻ ആയെന്നുള്ളൊരു കോൺഫിഡൻസ് ആയി കഴിഞ്ഞാൽ തന്നെ ലീഡ് ജനറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് എൻക്വയറീസ് രജിസ്ട്രേഷൻസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ മാക്സിമം നോക്കുക. എല്ലാവരും ക്ലാസ്സസും ട്രെയിനിങ്സും ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാണ്. അപ്പം എന്താണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്നുള്ളത് നമ്മളെ വിളിച്ച് പേഴ്സണലി അല്ലാണ്ട് ഡിസ്കസ് ചെയ്യുക, ആൻഡ് സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ആൻഡ് കൂടുതൽ രജിസ്ട്രേഷൻസിലോട്ട് മൂവ് ചെയ്യാൻ ട്രൈ ചെയ്യാം. എങ്കിൽ മാത്രം നമുക്കൊരു ഫ്യൂച്ചർ ഇൻകം എന്നുള്ള രീതിയിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ മെയിൻ ഹിൻഡ്രൻസ് പോർട്ടലിൽ കാണുന്നില്ല. പലരും ലാറ്റ്വിയയ്ക്ക് വേണ്ടി ചോദിക്കാറുണ്ട്, പക്ഷെ നമുക്ക് പോർട്ടലിൽ കാണാത്തതുകൊണ്ട് നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇമ്മീഡിയറ്റ്ലി കൊടുക്കാൻ പറ്റുന്നില്ല ഇൻഫർമേഷൻ പോർട്ടലിൽ കാണാത്തതുകൊണ്ട്. മനസ്സിലായി സാർ. പോർട്ടലിൽ കാണാത്തതിന്റെ റീസൺ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. ലാറ്റ്വിയ ലിത്വാനിയ എന്നുള്ള കൺട്രീസ് ഒക്കെ നമ്മൾ പ്രൊഫൈൽ ബേസിസിലെ സ്റ്റുഡൻസിന് പ്രോഗ്രാംസ് സജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഈ പറഞ്ഞ പോലെ ഒരുപാട് വെറൈറ്റി ഓഫ് യൂണിവേഴ്സിറ്റീസ് ഒന്നും ഇല്ലാത്ത കൺട്രീസ് ആണ്. ആകെ 5-6 യൂണിവേഴ്സിറ്റി, അവിടെയുള്ള കുറച്ച് 10-200 പ്രോഗ്രാംസ് ഒക്കെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ അത് നമ്മൾ പ്രൊഫൈൽ അനുസരിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്കൊരു സക്സസ്ഫുൾ ഫയൽ എന്നുള്ള രീതിയിൽ നമുക്കത് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതാണ് മെയിൻ റീസൺ.